സർവ കൃപാലുവാകുന്ന യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ ദൈവവചന കേൾവിക്ക് വേണ്ടി സന്നിഹിതരായിട്ടുള്ള എല്ലാ സഹോദരീ സഹോദരന്മാർക്കും വന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് ഇതര വിശദീകരണങ്ങളും മുഖവുരകളും കൂടാതെ ഇനി വേഗത്തിൽ ദൈവവചന ധ്യാനത്തിലേക്ക് കടക്കണം. ചില വാക്യങ്ങൾ വായിച്ച് സഹായിക്കേണ്ടതുണ്ട്. ഒരു ആത്മപ്രേരണയുണ്ടെങ്കിൽ വീണ്ടും ചില വാക്യങ്ങൾ ഇടയ്ക്കും പറയാം. അപ്പോഴൊക്കെ വായിക്കണം. മൈക്കിലൂടെ വായിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും സന്തോഷകരം. ആദ്യമായി വായിക്കേണ്ട തിരുവചന ഭാഗം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത് വാക്യമാണ്. വെളിപ്പാട് 5:11, 11, 12 വാക്യങ്ങൾ. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിൻ്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 10,000-ഉം 1000-1000-ഉമായിരുന്നു. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിൽ ഇരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതെ, ഒരു വാക്കിലൂടെ പ്രാർത്ഥിക്കാം. സർവശക്തനായ കർത്താവേ, ഞങ്ങൾ തിരുസന്നിധി അടുത്തു വരുന്നു. ഇന്നേ ദിവസം ഞങ്ങൾക്ക് വചനത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിപ്പാൻ അവിടുത്തെ ആത്മനിയോഗം കൂടെ ഇരിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നപ്പാ, അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ പൊരുളും അർത്ഥവും ഉള്ളടക്കവും ഗ്രഹിച്ച് എഴുതപ്പെട്ട ആത്മാവിൽ വചനം വിവേചിച്ച് അതിലൂടെ ഞങ്ങൾ സ്വയം ഞങ്ങളെ തന്നെ പരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ സ്വർഗം കനിഞ്ഞ് അനുഗ്രഹിച്ച് ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. അടുത്ത മകളിലിരുന്ന് ഈ തിരുവചനം കേൾക്കുന്ന ഏവർക്കുമായി സ്തോത്രം സ്തോത്രം സ്തോത്രം. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ടെ. പ്രാർത്ഥന കേട്ട കൃപകൾക്കായി സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഈ വചനത്തിലേക്ക് ഏവരുടെയും ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ഏകദേശം 5000 മൈൽ നീളത്തിൽ 4000 മൈൽ വീതിയിൽ വിശാലമായി കിടന്നിരുന്ന ബൃഹത്തായ റോമൻ സാമ്രാജ്യത്തിൽ സമാനതകളില്ലാത്ത ഒട്ടേറെ രാഷ്ട്രീയ പ്രതിസന്ധികൾ പണ്ട് നിലനിന്നിരുന്നു. അതിലൊന്ന് വർദ്ധിച്ചു വരുന്ന അടിമകളുടെ പോപ്പുലേഷൻ, ജനസംഖ്യ ആയിരുന്നു. ഒരു ഘട്ടത്തിൽ 50 അടിമകളെ, 100 അടിമകളെ, 500 അടിമകളെയൊക്കെ തങ്ങൾക്കുണ്ട് എന്ന് പറയുന്നത് ആഢ്യത്വത്തിൻ്റെ ലക്ഷണമായി കരുതിയ, സമ്പത്തിൻ്റെ ലക്ഷണമായി കരുതിയ റോമിലെ സമ്പന്നന്മാർക്ക് ക്രമേണ അടിമകൾ ഒരു ബാധ്യതയായ കാലഘട്ടം. അടിമകളെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് ഒരു പ്രശ്നമായി തീരാൻ കാരണം അടിസ്ഥാനപരമായി റോമിൽ ഇനി അടിമകളുടെ വലിയ ആവശ്യമില്ല എന്ന് വന്നു. റോമിൽ 1-ാം തരം റോഡുകൾ, നല്ല കനാലുകൾ, മനുഷ്യനിർമ്മിതങ്ങളായ ഒട്ടേറെ രസകരങ്ങളായ രമ്യഹർമ്മങ്ങൾ, കെട്ടിടങ്ങൾ, പാലങ്ങൾ അന്നത്തെ നിലയിൽ കുതിക്കുന്ന ഒരു കാലഘട്ടം. അടിമകൾ വേണം, പക്ഷേ ആവശ്യത്തിലധികമായി കഴിഞ്ഞു. അതൊരു ബാധ്യതയായി യജമാനന്മാർക്ക്. ഇവർക്ക് ഭക്ഷണം കൊടുക്കണം, അങ്ങനെ തീറ്റി പോറ്റി പുലർത്തുക എന്നത് സമ്പദ് വ്യവസ്ഥയെ തകിടം മറിയിക്കാൻ കാരണമാകും. ഈ ഘട്ടത്തിൽ
ചില പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തു. അതിലൊന്ന്, അടിമകൾ ഏത് നിലയിൽ ഇനി അവരെ ഉപയോഗിക്കണം. കാരണം പണി ഒന്നും അവർക്ക് കൊടുക്കാനില്ല, ജോലിയൊക്കെ ഏതാണ്ട് തീർന്നു. വേവിച്ച ഗോതമ്പും മുതിരയും ഉപ്പ് ചേർത്ത് വെള്ളവും കൊടുത്ത് അത് ഭക്ഷണമാക്കി കൊടുത്തുകൊണ്ട് പണ്ട് അവരെ കൊണ്ട് ചെയ്യിച്ച ജോലികൾ ഇനി ആവർത്തിക്കാൻ വയ്യ. കാരണം ആ ജോലിയൊന്നും ഇപ്പോൾ ഇല്ല, നാടൊക്കെ നല്ല നിലയിലെത്തി. നമ്മൾ പഴമൊഴികളിൽ കേൾക്കുന്നത് പോലെ എല്ലാ റോഡും റോമിലേക്ക് എന്ന അന്വർത്ഥമാകും വിധം റോമിൽ ഒന്നാം തരം റോഡുകളും മനോഹരങ്ങളായ ഉദ്യാനങ്ങളും സങ്കല്പങ്ങൾക്കതീതമായ ഒട്ടേറെ കനാലുകളും അങ്ങനെ കരയിലൂടെയും ജലാശയത്തിലൂടെയുമുള്ള യാത്രകൾ സുഗമമാകും വിധം നാട് വളരെ സമ്പന്നമായി കഴിഞ്ഞിരുന്നു. എന്നാൽ ഒന്നും അവരെ കൊണ്ട് ചെയ്യിക്കാനില്ല എന്ന കാഴ്ചപ്പാടിന് പെട്ടെന്നൊരു മാറ്റമുണ്ടായി. അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കാനേ ആത്യന്തികമായി കാരണമായുള്ളൂ. എങ്കിലും അതെന്തെന്ന് ഞാനൊന്ന് പറയാം. യൗവനക്കാരായ അടിമകളെ കൊണ്ട് ഇതുവരെ ചെയ്യിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ദൗത്യം, ഒരു ഉത്തരവാദിത്വം അവരുടെ ഉടമകൾ കൊടുത്തു. അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, അവരുടെ ശരീരമൊക്കെ നല്ല പുഷ്ടിയുള്ളതാക്കി മാറ്റി. നല്ല വഴക്കമുള്ള ആ ശരീരം ആയോധന കലകൾ അഭ്യസിച്ച് അവരെക്കൊണ്ട് പലതരത്തിലുള്ള ആയുധങ്ങൾ കൊണ്ട് ഏറ്റുമുട്ടാനും ആക്രമിക്കാനുമൊക്കെയുള്ള പരിശീലനം വിദഗ്ധരെ കൊണ്ട് കൊടുപ്പിച്ചു. ആരോടും ആക്രമിക്കാനൊന്നുമില്ല, രസകരമായൊരു കലാപരിപാടിക്ക് വേണ്ടിയാണ്. നിങ്ങൾക്കൊരു അടിമയുണ്ട് എന്ന് വിചാരിക്കുക, അയാളെ നിങ്ങൾ ഇതുപോലെ പരിഷ്കരിച്ച് കരുത്തനാക്കി മാറ്റി. നല്ല വടിവത്ത ശരീരം, നല്ല നെഞ്ചളവ്, നല്ല ഉയരം, ഇങ്ങനെയൊക്കെ ലക്ഷണമൊത്ത അടിമകളെ നല്ല ഭക്ഷണം കൊടുത്ത് കൊഴുപ്പിച്ച് തടിപ്പിച്ച് കരുത്തനാക്കി എടുത്ത ശേഷം ഇതുപോലെ മറ്റൊരു യജമാനൻ്റെ അടിമയുണ്ടാകും. അയാളെയും കൊണ്ടുവന്ന് ഇതുപോലെ തന്നെ ഒരു വലിയ ഗോതയിൽ ഒരു യുദ്ധക്കളത്തിൽ നിർത്തും. എന്നിട്ട് യജമാനന്മാർ തമ്മിൽ പന്തയം വയ്ക്കുകയാണ്. എൻ്റെ അടിമ നിങ്ങളുടെ അടിമയെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ പുരയിടങ്ങൾ, നിലങ്ങൾ, കാളകൾ, കുതിരകൾ, എണ്ണമറ്റ സമ്പത്ത് ഞാൻ പന്തയമായി നിങ്ങൾക്ക് തരാം. തിരിച്ച് മറ്റേ ആളും ഇതുപോലെ പന്തയം വയ്ക്കാം. അത് സംഘടിപ്പിക്കുന്ന ആളുകളുണ്ട്. ഈ പന്തയ കളം സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് അതിലും വലിയ സമ്പത്താണ്. അവിടെ വരുന്ന കാണികളുണ്ട്, ആ കാണികൾക്ക് ഫീസുണ്ട്. അവർ പണമടച്ചെങ്കിലേ അതിനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റൂ. ഇത് തന്നെ പല രീതിയിലുണ്ട്. രണ്ട് മല്ലന്മാർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സംവിധാനങ്ങളുണ്ട്, മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുന്ന സംവിധാനങ്ങളുണ്ട്. മനുഷ്യൻ കാളക്കുറ്റനോട് മല്ലുകെട്ടേണ്ട വിധത്തിലുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ടായിരുന്നു. പരിശീലനം സിദ്ധിച്ച മല്ലനെ കാളയുടെ മുമ്പിലേക്ക് ഇറക്കി വിടുക. കാളയും മല്ലനും തമ്മിൽ ഏറ്റുമുട്ടി കാള മല്ലനെ തൻ്റെ കൊമ്പിൽ തൂക്കിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ കാള ജയിച്ചതായി പ്രഖ്യാപിക്കും. വളരെ കരുത്തരായ ചില മല്ലന്മാർ അപൂർവ ഘട്ടങ്ങളിൽ കാളകളെ കൊമ്പിന് നിലത്തടിച്ച് വീഴിക്കും. അപൂർവമാണ്. മല്ലൻ ജയിച്ചതായി പ്രഖ്യാപിക്കും. ഇത് കേവലം ജയത്തിൻ്റെയോ പരാജയത്തിൻ്റെയോ വിഷയമല്ല, മറിച്ച് ഇവർ ഏറ്റുമുട്ടുന്ന ഘട്ടത്തിൽ കാണികൾ ഇത് കണ്ട് അവിടേക്ക് ടിക്കറ്റ് എടുത്താണ് ഇത് കാണാൻ വരുന്നത്. രണ്ടാമതായി ഇത് വലിയൊരു സമ്പദ് വ്യവസ്ഥയായി മാറി. അവിടെ ഈ രണ്ട് ഉടമകൾ തമ്മിൽ മാത്രമല്ല പന്തയം. ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പോൾ, ലോകകപ്പൊക്കെ നടക്കുമ്പോൾ വാതുവെപ്പ് നമ്മൾ കേട്ടിട്ടില്ലേ? ഇതേ രൂപത്തിൽ കാണികളും വാതുവെക്കും. വാതുവെപ്പ് സംഘങ്ങളെ സജ്ജീകരിക്കുന്ന ഏജൻസികൾ ഇഷ്ടം പോലെയുണ്ട്. അതിനിടയിൽ ഇവർക്ക് വീര്യം പകരാൻ, മദ്യലഹരിയിൽ അവരെ ആറാടിക്കാൻ ഉതകുന്ന സംവിധാനങ്ങളുണ്ട്. പ്രാകൃതങ്ങളായ ഉൽപ്പന്നങ്ങൾ വളരെ വീര്യമുള്ള ഇലകളോട് ചേർത്ത് വാറ്റി ഉണ്ടാക്കുന്ന തരത്തിലെ മദ്യം അത് വ്യാപനം ചെയ്യുന്ന സംവിധാനങ്ങൾ അവിടെയുണ്ട്. ഇതിൻ്റെയൊക്കെ നടുവിൽ ഈ മല്ലന്മാരും മദ്യപിച്ചിട്ടാണ് നിൽക്കുന്നത്. അവർക്ക്
ദേഹം മുറിഞ്ഞാൽ, കാള കുത്തി പരിക്കേൽപ്പിച്ചാൽ അതൊന്നും ഗൗരവത്തിലെടുക്കാതെ അവരുടെ മുഴുവൻ ശക്തിയും ഉശിരും പുറത്തെടുത്ത് കാളയെ അല്ലെങ്കിൽ എതിരെ നിൽക്കുന്ന മല്ലനെ മലത്തിയടിക്കണം. ഇത്തരം മല്ലന്മാരെ വിളിക്കുന്ന പേര് ചരിത്രത്തിൽ ഗ്ലാഡിയേറ്റേഴ്സ് എന്നായിരുന്നു. ഗ്ലാഡിയേറ്റേഴ്സ്. നമ്മുടെ മുമ്പിൽ അങ്ങനെ ഒരു ബൈക്കുണ്ട്. നിങ്ങൾ ആ ബൈക്ക് കണ്ടുള്ളവർക്കറിയാം. ഒരു കാളക്കൂറ്റൻ്റെ കൊമ്പിൻ്റെ രൂപമാണ് ആ ബൈക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. റോമൻ ഗ്ലാഡിയേറ്റേഴ്സ് ഇങ്ങനെ ഏറ്റുമുട്ടി മരിക്കുന്ന ഘട്ടത്തിൽ വലിയ സമ്പത്ത്, പന്തയം ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് നഷ്ടം വന്ന ആൾക്കാരുണ്ട്. ഇതൊരു ചൂതുകളി പോലെയാണ്, ചീട്ടുകളിയുടെയൊക്കെ ഒരു പഴയ രൂപം. അതിലേക്ക് തങ്ങളുടെ പണമൊക്കെ എറിഞ്ഞ് വലിയ നഷ്ടം വന്ന മനുഷ്യരുണ്ട്. പണം മാത്രമല്ല, ഒടുക്കം സ്വന്തം കുഞ്ഞിനെ പണയം വെക്കേണ്ടി വരുന്നു, അവനെ വിറ്റുകളയേണ്ടി വരുന്നു. തനിക്കുള്ള മുതലും വീടും പറമ്പും സൗകര്യങ്ങളും മാത്രമല്ല, ഭാര്യയെ, മകളെ, മകനെ ഒക്കെ വിലപേശി വിറ്റ് ഭ്രാന്തമായൊരു ലഹരിക്കടിമപ്പെട്ട് ഈ പന്തയക്കളരിയിലിറങ്ങി പണിയെടുക്കുന്ന നിരവധി ആളുകൾ ആ സ്ഥലത്തുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സ്ഥലത്തിൻ്റെ സ്ഥിതിവിശേഷം ഒന്ന് ഊഹിക്കാൻ കഴിയും. എത്ര പൈശാചികമായ, അതുപോലെ എത്ര കുറ്റകൃത്യങ്ങൾ നിറഞ്ഞ, ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത ഇരുളടഞ്ഞ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി റോമിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിലനിന്നു എന്ന് ഞാൻ വിശദീകരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകും. അത്ര ക്രൂരതയാണ് ഇതിൻ്റെ മറവിൽ നടമാടിക്കൊണ്ടിരുന്നത്. ഇതിനിടയിൽ ദുഃഖാർദ്ധമായ ചില സംഭവങ്ങൾ ഉണ്ടാകും. വളരെ നിഷ്കളങ്കരായ അടിമകൾ ഈ കൂടെ ഉണ്ട്. ഈ അടിമകൾ യുദ്ധം ചെയ്യാനും ഏറ്റുമുട്ടാനുമൊന്നും തൽപരരല്ല. പക്ഷേ കന്നുകാലിയെപ്പോലെ യജമാനൻ പറയുന്ന പണിയെടുക്കണം. ഈ ഘട്ടത്തിൽ എതിരെ വരുന്നത് സ്വന്തം കൂട്ടുകാരനോ സ്വന്തം സഹോദരനോ ജ്യേഷ്ഠനോ ഒക്കെ ആകും. പക്ഷെ കോംപ്രമൈസ് ഒന്നും പറ്റില്ല. വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ ഉടൻ എതിരാളിയെ അടിച്ച് നിലം പരിചാക്കണം. യുദ്ധം നീട്ടിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. നിശ്ചിത സമയത്തിനുള്ളിൽ ജ്യേഷ്ഠനെന്നോ അനുജനെന്നോ നോക്കാതെ, സുഹൃത്തെന്നോ നോക്കാതെ അങ്ങനെ കൊന്നുകളയണം, ഏറ്റുമുട്ടണം. അവിടെ ദുഃഖം വരുന്നത് മറ്റൊന്നുമല്ല. ഇതിൽ പക്വതയുള്ളയാൾ, ഒന്നുകിൽ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ ആ സുഹൃത്ത്, തൻ്റെ സഹോദരൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ കൊല്ലാൻ മനസ്സില്ലാതെ സ്വന്തമായി മരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധം വിധേയനായിത്തീരുകയും മരണരംഗത്തോടടുക്കുമ്പോൾ അപ്പനെയും അനുജനെയും അമ്മയും ഒക്കെ നോക്കിക്കൊള്ളണേ എന്ന് പറഞ്ഞ് അവനെ ഭരമേൽപ്പിച്ചിട്ട് മരണം വരിക്കുന്ന സന്ദർഭങ്ങൾ റോമിലുണ്ടായിരുന്നു. അവരെ കണ്ണീരാര് കേൾക്കാൻ, ഈ ശബ്ദമാര് കേൾക്കാൻ? എല്ലായിടത്തും ഒരുതരം ഭ്രാന്തമായ ബോധം, എല്ലായിടത്തും സാത്താന്യമായ ഒരു വല്ലാത്ത അന്ധതയുടെ വ്യാപാരം ഇതായിരുന്നു റോമിൽ നിലനിന്നിരുന്നത്. റോമിലെ അത്തരം സാഹചര്യത്തിൽ അംഗസംഖ്യ കൂടുതലുള്ള ഈ അടിമകൾക്കിടയിൽ ഒരു അരക്ഷിതത്വ ബോധം ഉടലെടുത്തു. ഞങ്ങൾ കാര്യമില്ല, ഞങ്ങളുടെ ചെറുപ്പക്കാർ മദ്യപാനികളായി മാറുന്നു, ഞങ്ങളുടെ മാതാപിതാക്കളെ വളരെ രൂക്ഷമായി ഉപദ്രവിക്കുന്നു, അവർ മരിച്ചടങ്ങിയാൽ പോലും വന്ന് കാണത്തക്ക വിധം ഞങ്ങളെ അനുവദിക്കുന്നില്ല, ഞങ്ങൾ പോരാടി സഹോദരവൃന്ദങ്ങളോട് പോരാടി മരണം വരിക്കാൻ ബാധ്യസ്ഥരാകുന്നു, ഞങ്ങൾ എന്തിനു ജീവിക്കണം? ഈ അരക്ഷിതത്വ ബോധം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് കിരാതമായ ഒരു ക്രിമിനൽ വൽക്കരണത്തിന് അവരെ പ്രേരിപ്പിച്ചു. അവർക്കിടയിൽ കുറ്റവാളികളുടെ സംഖ്യ പെരുകി. അവർ സ്ഥലം കിട്ടുമ്പോഴൊക്കെ യജമാനന്മാരെ ഉപദ്രവിക്കും, കന്നുകാലികളെ കൊന്നു ഭക്ഷിക്കും, അവരുടെ സ്ത്രീകളെ ഉപദ്രവിക്കും. അധർമ്മം അങ്ങനെ ശക്തിപ്പെട്ടു വരുമ്പോൾ ഈ അധർമ്മികളെ ഒന്ന് അമർച്ച ചെയ്യണം, ഈ അധർമ്മികളെ ഒന്ന് ഉന്മൂലനം ചെയ്യണം. ഈ അധർമ്മികൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല. എന്നാലും പന്തയം നിർത്തൂല, ചൂതുകളി നിർത്തൂല, കൊള്ള നിർത്തൂല, മദ്യപാനം നിർത്തൂല. നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ എല്ലായിടത്തും നമുക്കൊരു ബോർഡ് കാണാം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. മദ്യത്തിനെതിരെ എത്ര പ്രസ്താവനകൾ, എത്ര സംരംഭങ്ങൾ. കലാലയങ്ങളിൽ കുട്ടികളെ കൊണ്ടുവന്ന് തെരുവിൽ കൊണ്ടുവന്ന് തെരുവ് നാടകങ്ങളിലൂടെ മദ്യവിപത്തിനെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നു. ഇതിൻ്റെ പ്രാണേതാക്കളായ നമ്മൾ തന്നെ മറുവശത്ത് മദ്യം അതില്ലാതെ ജീവിക്കാനാവില്ല എന്ന്, നമ്മുടെ എല്ലാ തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെയും ആധാരം, അതിൻ്റെ നട്ടെല്ല് മദ്യമാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. കേരളം സമാനതകളില്ലാത്ത മദ്യപാന വ്യവസ്ഥിതിയുടെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നു. പൗരാണിക റോമിൻ്റെ സ്ഥിതിയും ഇതായിരുന്നെങ്കിൽ ഒരു കാര്യം ഇന്ന് രാത്രി ഞങ്ങൾ അഭിമാന പുരസ്സരം പറയും: ഈ രാജ്യത്ത്
അനവധി ഭക്തസംഘടനകളുണ്ട്, ആധ്യാത്മിക പ്രസ്ഥാനങ്ങളുണ്ട്, സഭകളുണ്ട്. ക്രൈസ്തവ സഭകളിൽ മദ്യത്തിനെതിരെ ശക്തിമത്തായി നീങ്ങുന്ന നിരവധി ഞങ്ങളുടെ സഹോദര പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഈ സഭകളിലൊക്കെയും മദ്യപാനികളുമുണ്ട്, ഷാപ്പ് നടത്തുന്നവരുമുണ്ട്, കുടിയന്മാരിഷ്ടം പോലുണ്ട്, കുടിച്ചു വഴി കിടക്കുന്ന ആളുകളുമുണ്ട്. ഞാൻ എല്ലാ സഭകളുമായും കഴിവതും നല്ല ബന്ധം ആചരിക്കണം, എല്ലാ മനുഷ്യരോടും നല്ല ബന്ധത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്നാൽ ഒരു കാര്യം പറയാതെ തരമില്ല. ഇങ്ങനെ മദ്യത്തിനെതിരെ നിലപാടെടുക്കുന്ന പുരോഹിത ശ്രേഷ്ഠന്മാർക്ക് സ്വന്തം ഇടവകകളിൽ നിന്ന് ഒരു കുടിയനെ മുടക്കാനുള്ള യാതൊരു താല്പര്യമില്ല. കള്ളുകട നടത്തുന്ന, ഷാപ്പ് നടത്തുന്ന, ഒരു സ്ഥാപനം നടത്തുന്ന അത്തരം കാര്യങ്ങളോട് ഒരു സമരം പ്രഖ്യാപിക്കാൻ കഴിയില്ല. സഭകൾക്കുള്ളിൽ ഇത്തരം ആളുകൾ ഷാപ്പ് നടത്തുന്നവരായോ അല്ലെങ്കിൽ ബാർ നടത്തുന്നവരായോ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഓർക്കണം, ബാറെന്നോ ഷാപ്പെന്നോ ഓമന പേരിട്ടെന്നോ അതിനെ വിളിക്കണ്ട, മറ്റൊരു പേരതിന് പറയാം. ഈ നാട്ടിൽ ആയിരക്കണക്കിന് യാചകരെ വാർത്തെടുത്ത ഒരു വ്യവസായശാലയുടെ പേരാണ് സത്യത്തിൽ ബാറ്. മനസ്സിലായിക്കോണമല്ലോ. ബാറെന്ന് പറയുന്നത് ആയിരക്കണക്കിന് യാചകരെ വാർത്തെടുത്തൊരു സ്ഥലം, നൂറുകണക്കിന് രോഗികളെ സൃഷ്ടിച്ചൊരു സ്ഥലം, അകാല മരണങ്ങൾക്കും അപ്രതീക്ഷിതമായ തകർച്ചകൾക്കും കുടുംബ തകർച്ചകൾക്കുമൊക്കെ പ്രഭവ കേന്ദ്രമായിരുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്തും നമുക്ക് കാണാം യേശു ക്രിസ്തുവിൻ്റെ ചിത്രം കാണാം. അവിടെയും ക്രിസ്മസ് ദിവസങ്ങളിൽ ക്രിസ്തു ജനിച്ചത് ഇവിടെയെന്ന് സൂചിപ്പിക്കുന്ന നക്ഷത്രത്തിൻ്റെ രൂപങ്ങൾ കാണാം. ഇതിനകത്ത് ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, ഒന്ന് പറയാതെ വയ്യ. കൃത്യമായി തന്നെ ഞാനത് ബോധ്യപ്പെടുത്തട്ടെ. മദ്യത്തിനെതിരെ, അതിൻ്റെ ദൂഷ്യവശങ്ങൾക്കെതിരെ ഏറ്റവും ആധികാരികവും കൃത്യവുമായ ഒരു നിലപാടെടുക്കുകയും ഒരു മദ്യപാനിയെ പോലും അനുവദിക്കാതെയും ഒരു മദ്യപശാല പോലും തൻ്റെ സമൂഹത്തിൽപ്പെട്ടവർക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ലെന്നും കൃത്യമായ നിലപാടുള്ള ഒരേ ഒരു സമൂഹം ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ അനുഗാമികളായ ഞങ്ങൾ മാത്രമാണ് എന്ന സത്യം ഈ ഗ്രാമത്തോട് പ്രസ്താവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. അതിന് ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം മറ്റൊന്നുമല്ല, സുവിശേഷം മനുഷ്യ സ്നേഹത്തിൻ്റെതാണ്. അത് മാനവ സമൂഹത്തിൻ്റെ സാർവത്രികമായ ഉദ്ധാരണത്തിൻ്റെ ശബ്ദമാണ്. റോം എന്നറിയപ്പെടുന്ന പൗരാണികമായ ആ രാഷ്ട്രത്തെ, അവിടെ നടമാടിയ ഇത്തരം ഛിദ്രശക്തികളെ, ഇത്തരം അന്ധകാര ശക്തികളെ, നാശീകരണത്തിൻ്റെ വക്കിലേക്ക് അനുദിനം പോയിക്കൊണ്ടിരുന്ന ആ വ്യവസ്ഥയെ കരം പിടിച്ചുയർത്തുവാൻ ഒരു പ്രത്യയശാസ്ത്രങ്ങൾക്കും കഴിയാതെ വന്നപ്പോൾ ഏകദേശം 3 നൂറ്റാണ്ടുകൾ സുവിശേഷത്തിന് അവിടെങ്ങും പ്രവർത്തിക്കാൻ അനുമതി നിഷേധിക്കപ്പെട്ടിട്ടും പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും ഇടം കിട്ടാതെ പോയ ആ മണ്ണിൽ നിന്ന് തിരിച്ചോടാതെ, അവിടെയൊന്നും ഈ സുവിശേഷത്തിൻ്റെ ആയുധം താഴെ വെക്കാതെ, യാതൊരു തരത്തിലും കോംപ്രമൈസിനില്ലാതെ, അനുരഞ്ജനത്തിനില്ലാതെ ഞങ്ങൾ അന്നും പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യമില്ലാത്ത നാട്ടിൽ, യാതൊരു അനുവാദവും ഇല്ലാത്ത നാട്ടിൽ, കണ്ടാൽ ഞങ്ങളെ കല്ലെറിയുന്ന, ഓടിച്ചു വിടുന്ന, പുകച്ച് പുറത്ത് ചാടിക്കുന്ന, മനുഷ്യനെന്ന് പോലും കരുതി ആദരിക്കാത്ത നാട്ടിൽ 300 വർഷം ഈ ക്രൈസ്തവ സഭയെ റോമൻ ചക്രവർത്തിമാരിൽ പ്രഗത്ഭരായ 10 പേര് ഒത്തുചേർന്ന് ഒതുക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ നടുവിൽ ഈ സുവിശേഷത്തിൻ്റെ വെന്നിക്കൊടി ഉയർത്തുവാൻ, ഈ സുവിശേഷത്തിൻ്റെ സത്യോന്മുഖമായ ആ വചനത്തെ ഉയർത്തിക്കൊണ്ട് റോമർക്ക് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ, കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, മറ്റ് പലയിടങ്ങളിൽ ലേഖനം ചമയ്ക്കുമ്പോൾ അപ്പോസ്തലൻ പറയാം, അല്ലയോ വിശുദ്ധന്മാരെ, നിങ്ങളെക്കുറിച്ചുള്ള സത്യവർത്തമാനം മുഴു ലോകത്തിലും പ്രസിദ്ധമായിരിക്കുന്നു. ഞങ്ങൾ പ്രസംഗിച്ച, ഞങ്ങൾ പഠിപ്പിച്ച അതിജീവനത്തിൻ്റെ സുവിശേഷം, ഞങ്ങൾ പഠിപ്പിച്ച സമാധാനത്തിൻ്റെ സുവിശേഷം റോമിൻ്റെ മണ്ണിനെ മാറ്റിമറിച്ചു. ആ മണ്ഡലങ്ങളിൽ എവിടെയും സുവിശേഷം ഒരു യാഥാർത്ഥ്യമായി മാറിയെങ്കിൽ ഞങ്ങളെ ഉദ്ധരിച്ച ചരിത്രപരമായ പൗരാണികതയും പാരമ്പര്യവും പൈതൃകവുമുള്ള ആ മഹത് വചനത്തെ ഈ രാത്രി കേൾക്കുന്നവരുടെ നടുവിൽ വിശ്വാസത്തിൻ്റെ ഉറപ്പിനായും ആദ്യമായി കേൾക്കുന്നവർക്ക് വിശ്വാസത്തിലേക്കുള്ള ആഗമനത്തിനുമായും ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ സുവിശേഷത്തിൻ്റെ സാരാംശം ഞങ്ങൾ ആമുഖമായി ഇങ്ങനെ പ്രസ്താവിക്കട്ടെ. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. മനുഷ്യജാതിയുടെ പാവത്തിൻ്റെ പരിഹാരത്തിനായി സ്വന്തം ശരീരം പിളർന്ന് അതിലൂടെ ഒഴുക്കപ്പെട്ട പുണ്യാഹരക്തത്തിൽ അതിക്രമങ്ങളുടെ മോചനമെന്ന ആ സുവിശേഷ വിളംബരം തൻ്റെ ജീവിതം കൊണ്ട് പ്രാവർത്തികമാക്കിയ അരിമനാഥനായ യേശു ക്രിസ്തുവിനെ ഒരേ സ്വരത്തിൽ, ഒരേ ശബ്ദത്തിൽ ഞങ്ങൾ ഇന്ന് രാത്രി മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ യേശുവിനെ ഉയർത്തിക്കൊണ്ട് ആവർത്തിക്കട്ടെ. മറ്റൊരുത്തലിലും മറ്റെവിടെയും മറ്റെങ്ങനെയും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ റോമിൽ നടമാടിക്കൊണ്ടിരുന്ന ഇത്തരം പ്രശ്നങ്ങളെ നമുക്കൊന്ന് കൈകാര്യം ചെയ്യാൻ അവിടുത്തെ ആഭ്യന്തര വകുപ്പ് ശക്തിപ്പെട്ടു. ആഭ്യന്തര വകുപ്പും പ്രതിരോധ വകുപ്പും ഒരുമിച്ച് പ്രവർത്തിച്ചെങ്കിൽ ഇത് നടക്കുള്ളൂ. ഇത് രണ്ടും രണ്ടാണ്. അതിന് കാരണമുണ്ട്. നമ്മൾ പലപ്പോഴും പല ആക്ഷനുകൾ നടക്കുമ്പോൾ
പോലീസുകാരുടെ ഏതെങ്കിലും നടപടിക്രമങ്ങളെ പെട്ടെന്ന് പൗരന്മാർ വിമർശിക്കും. പട്ടാളക്കാരെങ്ങനെ വിമർശിക്കില്ല? അതിൻ്റെ കാരണം പട്ടാളത്തിനൊരു ശത്രുവുണ്ട്. അത് നിർവചിക്കപ്പെട്ട ശത്രുവാണ്. എന്നുവെച്ചാൽ ഇന്ത്യൻ പട്ടാളത്തിന് ശത്രുക്കളെ അറിയാം. അത് അതിർത്തി കിടന്ന് നമ്മുടെ അതിരുകൾ ഭേദിച്ച് ഈ രാജ്യത്തെ തകർക്കാൻ വരുന്ന ബാഹ്യശക്തികളാണ് പട്ടാളക്കാരൻ്റെ ശത്രു. അത് ഇന്ത്യയുടെ ശത്രുവാണ് പട്ടാളക്കാരൻ്റെ ശത്രു. പോലീസിൻ്റെ ശത്രു എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. അതാണ് സാമൂഹ്യ വിരുദ്ധനാണ് പോലീസിൻ്റെ ശത്രു. അതുകൊണ്ട് ഇതിനെ ഒതുക്കാൻ ഈ രണ്ട് ശക്തികൾ ഒരുമിച്ച് ചേർന്നെങ്കിലേ ഇത്തരം പ്രശ്നങ്ങളെ അമർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും സൈന്യം അതിലെ പൗരന് നേരെ വെടിവെക്കില്ല, അങ്ങനെ കഴിയില്ല. അതാണ് മാവോയിസ്റ്റുകളൊക്കെ നേരിടുമ്പോൾ പട്ടാളത്തെ ഇറക്കിയാലോ എന്ന് ചോദിക്കുമ്പോൾ നിയമപരമായിട്ട് സാധിക്കില്ല. സ്വന്തം രാജ്യത്തിലെ പൗരന്മാരെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് കൈകാര്യം ചെയ്യുക എന്നത് ധാർമ്മികതയ്ക്ക് നിരക്കില്ല. അതിന് പോലീസിനാണ് പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് റോമിൽ ഈ ആഭ്യന്തര വകുപ്പും പ്രതിരോധ വകുപ്പും ഒക്കെ ചർച്ച ചെയ്ത് ഒരു ആശയം മുമ്പോട്ടുണ്ടെന്നു. ഇവരെ അമർച്ച ചെയ്ത് റോമിൽ സമാധാനം കൊണ്ടുവരണം. അതിനൊരു സാങ്കേതിക പദം പറഞ്ഞു. ആ പദം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പാക്സ് റൊമാന എന്നായിരുന്നു. പാക്സ് റൊമാന, ഇത് കേട്ടിട്ടുള്ള പദമായിരിക്കണം നിങ്ങൾ. പാക്സ് ബ്രിട്ടാനിക്ക ഉണ്ട്, പാക്സ് അമേരിക്കാന ഉണ്ട്. അതിലൊരു പദം അത് അടുത്ത കാലത്തൊക്കെ ഉള്ളതാണ്. പാക്സ് റൊമാന എന്ന വാക്കിന് ദ റോമൻ പീസ് എന്നാണ് അർത്ഥം. റോമിലെങ്ങും സമാധാനം. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ രാജ്യത്തുണ്ട് പണ്ട് അടിയന്തരാവസ്ഥ എന്ന ഒരു സംവിധാനം. 75-ലാണ്. അപ്പോൾ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ നടന്ന പോലെ അന്ന് അവിടെ ഒരു സംവിധാനം വന്നു, പാക്സ് റൊമാന. എന്താ ഈ പാക്സ് റൊമാന? റോമിലെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ക്രിമിനലുകളെ ഒതുക്കണം. റോമിലിപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന സമാധാന അന്തരീക്ഷത്തിന് തുരങ്കം വെക്കുന്ന ഛിദ്രശക്തികളെ അമർച്ച ചെയ്യണം. അവർക്ക് അർഹിക്കപ്പെട്ട ശിക്ഷ കൊടുത്ത് മാതൃകാപരമായി അവരുടെ മീതെ കർശനമായ ആക്ഷൻ വരുമ്പോൾ ഇത്തരം ശക്തികൾ ഒതുങ്ങും. റോം ചിന്തിച്ച് ഇത്തരം കുറ്റവാളികളെ മുഴുവൻ ഒരു ലിസ്റ്റിൽപ്പെടുത്തി. എന്നിട്ട് ഇവരെ ഏതെങ്കിലും തരത്തിൽ രാജ്യദ്രോഹപരമായി ഇങ്ങനെ ചിന്തിക്കുകയോ യജമാനന്മാരെ ഇല്ലായ്മ ചെയ്യുകയോ വിപ്ലവം നടത്തുകയോ ഒക്കെ ചെയ്താൽ അവർക്ക് കൊടുക്കുന്നൊരു ശിക്ഷ ഉണ്ടായിരുന്നു. ആ ശിക്ഷയുടെ പേരാണ് ക്രൂശ് മരണം. ഇത് പറയാനാ ഞാൻ ഇത്രയും പശ്ചാത്തലം വഴി വന്നേ. റോമിലെ കൊടും ക്രിമിനലുകളെ അമർച്ച ചെയ്യാൻ റോമൻ ഭരണകൂടം ആവിഷ്കരിച്ച ഒരു പ്രാകൃത ശിക്ഷണ നടപടിയുടെ പേരാണ് ക്രൂശ് മരണം. ഈ ക്രൂശ് മരണം ഇതിനു മുമ്പുണ്ട്, പക്ഷേ അത്ര സാർവത്രികമല്ല, ഒറ്റപ്പെട്ടൊക്കെ ഉണ്ട് ക്രൂശ് മരണം. അത് ഫിനീഷ്യർ തുടങ്ങിയ ശിക്ഷയാണ് പണ്ട്. അത് പേർഷ്യക്കാരുടെ കാലഘട്ടത്തിലും ഈ ക്രൂശ് മരണമുണ്ട്. മഹാനായ അലക്സാണ്ടറുടെ കാലത്തും ക്രൂശ് മരണമുണ്ട്. പക്ഷെ റോമക്കാരെ പോലെ അവരത് സർവ്വസാധാരണമാക്കിയില്ല. റോമിലാണ് ഏറ്റവും അധികം ക്രൂശ് മരണം നടന്നത്. റോമിൽ ക്രൂശിച്ചിരുന്നത് അടിമകൾക്കിടയിലെ ക്രിമിനലുകളെയായിരുന്നു. എല്ലാവരെയും ക്രൂശിക്കില്ല, അടിമകളിലെ കൊടും കുറ്റവാളികളെ ആണ് ക്രൂശിക്കുന്നത്. ഇനി മറ്റൊരു ശിക്ഷയുണ്ട്. അടിമകൾക്കിടയിൽ പ്രായം ചെന്ന മനുഷ്യർ ഇത്തരം കുറ്റകൃത്യങ്ങളിൽപ്പെട്ടാൽ അവരെ ക്രൂശിക്കുകയല്ല, നാടുകടത്തുകയാണ്. ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്ക് അവരെ കൊണ്ടിടും. മിക്കപ്പോഴും അഗ്നിപർവ്വത സ്ഫോടനമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് പണിയെടുപ്പിക്കാനെന്ന വ്യാജേന കൊണ്ടുപോകും. കൽക്കരിക്കനി ഉണ്ടാകും അവിടെ കൊണ്ടിടുന്നത്. ഈ കൽക്കരിക്കനിയിലെ കൽക്കരി ശേഖരിച്ച് ബോട്ടിൽ കയറ്റി അത് ആവശ്യമുള്ള ഇടത്തേക്ക് കൊണ്ടെത്തിക്കാനുള്ള സമ്പ്രദായമുണ്ട്. അവിടെ പണിയെടുത്ത് ഈ മനുഷ്യർ മരിക്കണം. ഭക്ഷണക്കാരെയും കഷ്ടമാണ്. ഒരു കപ്പലിൽ ഈ സാധനം കൊണ്ട് പോയിട്ട് അടുത്ത ചരക്ക് കയറ്റാനായിട്ട് വരുമ്പോൾ ഇതിനകത്ത് ഭക്ഷണം ആഴ്ചകൾ കഴിഞ്ഞായിരിക്കും കൊണ്ടുവരുന്നത്. ഇത് കരക്കേട്ട് വലിച്ചിട്ടിട്ട് കൊടുക്കും. അത് കഴിച്ചാലായി, കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിൽ തമ്മിൽ തല്ലും, വലിയ പ്രശ്നം. അവിടെ കിടന്ന് ആളുകൾ എല്ലും കോലവുമായി മരിക്കും. ഭീകരമായൊരു അന്തരീക്ഷമാണ്. മരിച്ചവനെ ആരും തിരിഞ്ഞു നോക്കാനില്ല. ഏതാണ്ട് ശ്മശാനത്തിന് തുല്യമായൊരു സ്ഥലത്ത് എത്ര മനുഷ്യ ശരീരങ്ങൾ ഇങ്ങനെ കിടക്കുക. ഇങ്ങനൊരു ദ്വീപിൻ്റെ പേരാണ് വാസ്തവത്തിൽ പൽമോസ് ദ്വീപ് എന്ന് കേട്ടാൽ ഓർക്കണം. കൊടും കുറ്റവാളികളെ കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഭീകരന്മാരായ മനുഷ്യരാണ്. മൃഗങ്ങളോട് പണ്ട് പോരാടി
കരുത്തും വീര്യവും കാട്ടിയ ആളുകളാണ്. മയക്കുമരുന്നുകളും മദ്യവുമൊക്കെ ഉപയോഗിച്ച് സമനില തെറ്റിയ മനുഷ്യരാണ്. എങ്ങും ക്രിമിനൽ വൽക്കരണം സംഭവിച്ച ഈ കൊടും കുറ്റവാളികളുടെ നടുവിലേക്ക് ഏകദേശം 90 വയസ്സിന് മീതെ പ്രായമുള്ള ഒരു ദൈവമകനെ ഒരിക്കൽ വലിച്ചിട്ടിരുന്നു. ആ മനുഷ്യൻ്റെ പേരാ യോഹന്നാൻ എന്ന് പറയുന്നത്. വിശുദ്ധ യോഹന്നാൻ എന്ന് തിരുവെഴുത്തി പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അപ്പോസ്തലനെ കൊണ്ടിട്ട് പത്മോസ് ദ്വീപും കൊടും കുറ്റവാളികളെ കൊണ്ടിടുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ഏകാന്ത തടവറയിൽ കിടന്ന് ആൾ പിന്നെ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. അവിടെയാണ് അവരുടെ ജീവിതത്തിൻ്റെ അന്ത്യം. ഇനി അവർ തിരിച്ചു വരില്ല. അവിടെ കിടന്ന് അസ്തമിക്കും. അവിടെ കൊണ്ടവരുടെ ജീവിതം പോകും. ഏതാണ്ട് 90-95 വയസ്സ് പ്രായമുണ്ട്. ആ പ്രായത്തിൽ ഈ മനുഷ്യനെ കൊണ്ടിടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൂതകാലം അദ്ദേഹം ഓർത്ത് കാണും. ഞാനോർത്താരോ നമുക്കെതിരെ എന്തോ അത്യാവശ്യം പ്രശ്നമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ പല വഴിക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതുവഴി എങ്ങനെ കാര്യങ്ങൾ നീങ്ങുന്ന അറിയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലല്ലോ, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇപ്പോൾ ഈ കൊടുംകുറ്റവാളികളെ കൊണ്ടിടുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് കിടന്ന ആൾ മരിച്ചു തീരണം, ഇതാ രീതി. ഈ മനുഷ്യനെ അവിടെ കൊണ്ടിട്ടു. ആ വേളയിൽ ഞാൻ പറയും, ഏറ്റവും അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഈ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഭൂതകാലത്തെപ്പറ്റി ചിന്തിച്ചിരിക്കാം. എനിക്കൊപ്പം ഇറങ്ങിത്തിരിച്ച 11 പേര് വിരണ്ട്. ആ 11 പേരിൽ യൂദ തിരിച്ചുപോയി, തകർന്നുപോയി. കൂടാതെ പിന്നീട് വന്ന അപ്പോസ്തലനായ പൗലോസുണ്ട്, അപ്പല്ലോസും ബർണ്ണബാസുമുണ്ട്, തിമോഥെയോസും തീത്തോസുമൊക്കെ ഉണ്ട്, തെർത്തോസും യൂലിയോസുമൊക്കെ ഉണ്ട്. അറിയപ്പെടുന്ന നിരവധി പേരുണ്ട്. അവരൊക്കെ ഇന്ന് ഏതെങ്കിലും തരത്തിൽ റോമൻ ഭരണകൂടത്തിൻ്റെ ആയുധത്തിന് വിധേയരായി മരിച്ചു. ഞാനൊരുത്തൻ മാത്രം അവശേഷിച്ചു. ഞാനിതാ ഈ പത്മോസ് ദ്വീപിൻ്റെ ഏകാന്തതയിൽ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. എന്നെയും കാത്ത് മരണത്തിൻ്റെ ശക്തികൾ അടുത്തടുത്ത് വരുന്നുണ്ട്. ശ്വാസം മുട്ടുന്ന അനുഭവത്തിലൂടെ, ഭക്ഷണം നിഷേധിക്കപ്പെട്ട അനുഭവത്തിലൂടെ, ശരീരമാസകലം കോച്ചു വിറയ്ക്കുന്ന തണുപ്പിലൂടെ ദിനരാത്രങ്ങൾ തള്ളി നിൽക്കുമ്പോൾ മരണഭീതി ആ മനുഷ്യനെയും വേട്ടയാടാം. പക്ഷേ മരണത്തിൻ്റെ മുമ്പിൽ തോറ്റുകൊടുക്കാൻ കഴിയാത്ത ധൈര്യത്തോടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലേക്ക് മറ്റൊരു ഓർമ്മ കടന്നു വന്നു. ആ ഓർമ്മ മറ്റൊന്നുമല്ല, താൻ ഏറ്റവും കിരാതവും ഭീകരവുമായ ഒരു മരണം നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് തൻ്റെ അരുമനാഥനായ യേശുക്രിസ്തുവിൻ്റെ മരണമാണ്. ക്രൂശിക്കപ്പെട്ട് പിടഞ്ഞു മരിക്കുന്ന തൻ്റെ അരുമനാഥൻ്റെ മരണം കണ്ടിട്ട് ആ മുഖത്തും സ്ഫുരിക്കുന്ന ധൈര്യവും ചങ്കുറ്റവും, അതിൻ്റെ ഒരു തരംഗം, ഒരളവ്, ഒരു സ്പർശം എനിക്കും ആ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് ആക്രമിക്കാൻ വരുന്ന ക്രൂരമൃഗങ്ങളെ കാണുമ്പോൾ, എതിരിടാൻ വരുന്ന ശക്തികളെ കാണുമ്പോൾ, ഉന്മൂലനം ചെയ്യാൻ വരുന്ന ശക്തികളെ കാണുമ്പോൾ, അന്ന് കാൽവരുടെ കൊലമരത്തിൽ നിന്ന് എന്നിലേക്ക് വ്യാപരിച്ച ആ ശക്തി ചൈതന്യത്തിൻ്റെ ഒരളവിൽ ഞാനും ഒരു പ്രത്യേക അനുഭൂതിയിലെത്തും. ഏത് ജീവിത ഭയത്തെയും അതിജീവിക്കാൻ ഭക്തന് കൊടുത്ത ദിവ്യൌഷധത്തിൻ്റെ പേരാണ് നസ്രയനായ യേശുവിൻ്റെ രക്തം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ആ വീണ്ടെടുപ്പിൻ്റെ ഓർമ്മകൾ ഭക്തൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ആ സ്ഥിരാന്തരമ്പുകളിലേക്ക് ഒരു പുത്തൻ ഉണർവിൻ്റെ ഊർജ്ജപ്രവാഹം. അദ്ദേഹം തൻ്റെ ആത്മകഥ വിവരിക്കുക, ആത്മാനുഭവം വിവരിക്കുക. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മവിവശതയുടെ ആ തീവ്രതയിൽ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു. ആ കാഴ്ച ഏതൊരു ക്രിസ്തുഭക്തനും എക്കാലഘട്ടത്തിലും കാണുവാൻ ആഗ്രഹിക്കുന്ന കാഴ്ചയാ. ആ കാഴ്ചയാ തേജസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ സാന്നിധ്യം. ഹല്ലേലൂയ. യോഹന്നാൻ്റെ ഒരു കാര്യം മനസ്സിലായി. ക്രൂശിക്കപ്പെട്ടവനെ ഈ കണ്ണ് തുറന്നാ ഞാൻ കണ്ടതെങ്കിൽ എൻ്റെ പ്രാണൻ ഇഹലോകം വിട്ടു പോകും മുമ്പ് തേജസ്കരിക്കപ്പെട്ടവനെയും കാണാൻ ഈ കണ്ണുകൾ ഒരിക്കൽ കൂടി ജ്വലിപ്പിച്ചവൻ എൻ്റെ കർത്താവാണെങ്കിൽ ഏത് കഷ്ടതയ്ക്ക് നടുവിലും ഒരു തേജസ്കരണത്തിൻ്റെ മനോഹരമായ കാഴ്ച കണ്ട് മാത്രമേ ഭക്തന് തൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന അവബോധം ഈ ചിന്തയിൽ നിന്ന് അപ്പോസ്തലൻ നമുക്ക് പകർന്നു തരികയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നേരെ യേശുവിൻ്റെ ആ തേജോമയമായ മുഖം ഈ ഭക്തൻ കാണുകയാണ്. അന്നാ മനസ്സിലായത്, എനിക്ക് 90-95 വയസ്സുണ്ടെങ്കിലും ഞാൻ പത്മോസിലാണെങ്കിലും ചുറ്റും കാണുന്നത് ഭീകരതയുടെ നിമിഷങ്ങളാണെങ്കിലും എൻ്റെ അരികിലേക്ക് വന്നണയുന്ന
ഈ ദിവ്യ സാന്നിധ്യം എൻ്റെ ശരീരത്തിന് പുത്തൻ ഉണർവ് തരുന്നു. ഒന്ന് മനസ്സിലാക്ക്, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കൊരു പുത്തൻ ഉണർവാണ്. ദൈവ സാന്നിധ്യം നമുക്ക് രോഗശാന്തിയാണ്. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവൽ പ്രശ്നങ്ങളുടെ മധ്യയിൽ നിന്ന് അതിജീവിക്കാനുള്ള കരുത്താണ്. ദൈവ സാന്നിധ്യം 1000 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ്. ദൈവ സാന്നിധ്യം ഈ ഇരുണ്ട മണ്ഡലത്തിലും ഈ പത്മോസ് ദ്വീപിലും അനുഭവിക്കാൻ കഴിയുമ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, യെരൂശലേം ദേവാലയത്തിലും വ്യാപരിക്കാത്ത ദൈവകൃപയാണ് എളിയവൻ്റെ ജീവിതത്തിൽ, ഈ മൺകൂടാരത്തിൽ, ഈ പത്മോസ് ദ്വീപിൻ്റെ ഒറ്റപ്പെട്ട തുരുത്തിൽ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പകരുന്നത്. ആ ഒരു ബോധ്യം യോഹന്നാനെ ശക്തനാക്കി. അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് യോഹന്നാൻ മരിച്ചവനെപ്പോലെ വീണു എന്ന് പറയുക. എനിക്കിവിടെ വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കി ഒരു പുനരാഗമന ചിന്ത പറയുക എന്ന ഒരു കാഴ്ചയിലല്ല ഞാൻ വന്നിട്ടുള്ളത്. സുവിശേഷം പറയാൻ തന്നെയാണ്, ക്രൂശിക്കപ്പെട്ടവനെക്കുറിച്ച് പറയാൻ തന്നെയാണ്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, ഈ സ്വർഗത്തിൽ പോവുക എന്നത് ഭക്തൻ്റെ ജീവിത നിയോഗമാണ്. നമ്മൾ വിവരിക്കുന്ന സ്വർഗം ദൈവസാന്നിധ്യമുള്ള ഇടം തന്നെയാണ്. നമ്മളെല്ലാം അവിടെ പോകാനിരിക്കുന്നവരാണ്. അതേ വർണ്ണിക്കുന്ന നല്ല പാട്ടുകളൊക്കെ ഈ കുഞ്ഞുങ്ങൾ പാടാറുണ്ട്. സ്വർഗീയ സുഖങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നല്ല നല്ല പാട്ടുകൾ, ചില ഭാവനകളൊക്കെ അതിലുണ്ടെങ്കിലും ആകെ കൂടി പാട്ടുകളെടുത്താൽ ഈ പ്രത്യാശാ ഗാനങ്ങളെല്ലാം തന്നെ ഭംഗിയുള്ളതാണ്. ഒന്നാം തരം ലിറിക്സാണ്. അതിലൊരു പാട്ടും ഒഴിവാക്കാൻ വയ്യ. നമ്മളൊക്കെ അത് മരണസ്ഥലത്താണ് പാടുന്നത് എന്നൊരു പ്രശ്നമുള്ളൂ. മരണസ്ഥലത്ത് പാടുന്ന പാട്ട് പോലും മരണത്തിനായി എഴുതിയതല്ല, അത് നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ മുൻനിർത്തി എഴുതിയ പാട്ടുകളാണ്. ഈ പാട്ടിൽ ഒത്തിരി ഭാവനകളുണ്ട്. പൊന്മണി മാലയവൻ എനിക്ക് തരും, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം പ്രയോഗങ്ങളുണ്ട്. അത് ഭക്തൻ്റെ ഒരു ആനന്ദത്തിൽ നിന്നുരുത്തിരിയുന്ന കാര്യമാണ്. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. സ്തോത്രം. ഒരുപക്ഷെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ഒക്കെ അതാണ് പ്രകടിപ്പിക്കുന്നത്. നിത്യതയെക്കുറിച്ചുള്ള ആ ബോധ്യത്തിൽ ബൈബിളിലുള്ള ചില കാര്യങ്ങൾ തന്നെ നമ്മൾ പറയാറുണ്ട്. അതിലൊന്നാണ് നമുക്ക് നാം ചെയ്തെടുത്ത പ്രവൃത്തിയുടെ പരിണിത ഫലമായിട്ട് കിരീടങ്ങൾ കിട്ടുക എന്നത്. കിരീട വർണ്ണന നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വർഗീയ വർണ്ണന ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. തങ്കത്തെരുവീഥിയെപ്പറ്റി, അവിടുത്തെ മനോഹരമായ നീരൊഴുക്കിനെപ്പറ്റി, പളുങ്ക് കടലിനെപ്പറ്റി, നദിക്കക്കരെ ഇക്കരയും അതത് തരം ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെപ്പറ്റി, ജീവവൃക്ഷത്തെപ്പറ്റി, മറഞ്ഞിരിക്കുന്ന മണ്ണയെപ്പറ്റി ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഞാൻ സത്യം പറയാമല്ലോ, എനിക്കിതൊന്നും വലിയൊരു ആവേശമായിട്ട് തോന്നിയിട്ടില്ല. മറഞ്ഞിരിക്കുന്ന മന്ന ഒന്ന് ഭക്ഷിക്കാം, അതിനാണോ സ്വർഗത്തിൽ പോകുന്നത് ചോദിച്ചാൽ ഞാൻ പറയും അതൊന്നുമല്ല, അതൊരു ചെറിയ കാര്യമാണ്. ഇപ്പോൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റിൽ നല്ല ഫുഡ് കിട്ടും, പക്ഷേ ആ ഫുഡിന് വേണ്ടി ആരും ഫ്ലൈറ്റേ കയറില്ല. അത് കയറുമോ? അതിൽ നിന്ന് അത്രയും പൈസ കൊടുക്കാതെ ഇവിടെ വേറെ കിട്ടുമോ? അതാ കാര്യം. അപ്പോൾ സ്വർഗമെന്ന് പറയുന്നത് ഈ മറഞ്ഞിരിക്കുന്ന മന്നയോ തങ്കത്തെരുവീഥികളോ അങ്ങനെയുള്ള കാര്യങ്ങളാണോ? ഞാനതുകൊണ്ട് അല്പം കാര്യവും അല്പം തമാശയായിട്ടൊരു വിഷയം പറയാം. നിങ്ങളൊന്നും ഓർക്കരുത്. ഈ ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് ഒത്തിരി കിരീടം കിട്ടാൻ വേണ്ടിയല്ല. എനിക്ക് ഒരു കിരീടവും കിട്ടിയില്ലെങ്കിലും പ്രശ്നമുള്ള ഒരാളല്ല. വിഷമായോ? നിങ്ങൾക്ക് കിരീടമാകാമെന്നേ ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, ഒത്തിരി കിരീടം കിട്ടുക എന്നൊരു അജണ്ട എനിക്കില്ല. ഒരു കിരീടവും കിട്ടിയില്ലെങ്കിലും എനിക്കതിലൊരു പരാതിയില്ല. പിന്നെ നിങ്ങളെല്ലാം ഓരോ കിരീടം വെച്ചുകൊണ്ട് നടക്കുമ്പോൾ പഴയത് വല്ലതും കൊണ്ടുവരണം നമുക്കും കിട്ടിയാൽ അവിടെ കാണുമല്ലോ, ആരെങ്കിലുമൊക്കെ വെച്ച് പഴകിയ വല്ല സാധനമുണ്ട്. എല്ലാവരും വെക്കുമ്പോൾ ഒരു യൂണിഫോം എന്ന നിലയിൽ നമുക്ക് ഒരെണ്ണം കിട്ടിയാൽ തിരക്കേടില്ല. അതിനപ്പുറത്തൊരു വലിയ മോഹമൊന്നും ഈ കിരീടത്തെ പറ്റിയില്ല. അതിന് കാരണമുണ്ട്. അതിന് കാരണം ഈ സ്വർഗത്തിൽ പോകാനുള്ള നമ്മുടെ ആഗ്രഹം, എന്നെ ത്രസിപ്പിക്കുന്ന ആവേശം ഈ കിരീടമല്ല. ആ കാരണം പറയാം. നമ്മുടെ ആളുകളൊക്കെ ഈ ഗൾഫിലൊക്കെ പോയിട്ട് ഒരല്പസ്വല്പം സാമ്പത്തിക സ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടിട്ട് 25 കൊല്ലത്തിലധികം ആയിട്ടില്ല. കാരണം പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വന്നത് ഇപ്പോഴാണ്. മുമ്പുള്ള ജോലിയൊക്കെ വലിയ കട്ടിയായിരുന്നു, ഭയങ്കര കട്ടിപ്പണി, മാൻ പവർ ഉപയോഗിച്ചുള്ള ആ പണി നമ്മൾ ചെയ്തേ. അപ്പോൾ ഇത് വലിയ കട്ടിയാണ്. നാണയത്തിന് മൂല്യമുള്ളത് കൊണ്ട് അവിടെ പോയി ഇങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെയാണ് നമ്മളെ പൂർവികരൊക്കെ വളർത്തിയത്. അത് കുറഞ്ഞൊരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്, വലിയൊരു കാര്യമായിട്ടാണ്. എന്നാൽ ഈ 2-3 വർഷം കഴിഞ്ഞൊക്കെ 4 കൊല്ലമൊക്കെ കഴിഞ്ഞ് ആണ് ഈ ആൾ വരുന്നത്. ഇപ്പോഴത്തെ പോലെ പെട്ടെന്നൊന്നും വരവ് നടക്കുകയില്ല, കപ്പലിലൊക്കെ പോയി വരണം. ആ കാലത്ത് നമ്മുടെ പപ്പ
അല്ലെ നമ്മുടെ പ്രിയപ്പെട്ടവൻ ഭർത്താവ് ഈ വരുന്ന സമയത്ത് ആൾ നല്ല സുമുഖനായി സുന്ദരനായി പെർഫ്യൂമൊക്കെ അടിച്ച് അത്രയൊക്കെ പൂശി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ സന്തോഷത്തിലാണ്. നമ്മുടെ ദുഃഖം ഒരു 2-3 ആഴ്ച അല്ലെ 2 മാസം കഴിഞ്ഞ് വീണ്ടും പോകണം ആൾ വീണ്ടും പോവാണ്. അപ്പോൾ ഈ വരവ് വന്നപ്പോഴേ നാട്ടുകാർക്ക് വേണ്ടെല്ലാം കൊണ്ടുവന്നു, വീട്ടിൽ വേണ്ട കൊണ്ടുവന്നു. 2ാം ഘട്ടം നമ്മൾ ഈ മനുഷ്യന് കത്തെഴുതാൻ തുടങ്ങി. ഇനി വരുമ്പോൾ ഇന്ന വസ്തു കൊണ്ടുവരണം, ഇന്ന കാര്യം കൊണ്ടുവരണം. ഇവിടെ വന്നപ്പോഴേ പറഞ്ഞാൽ വിട്ടെ, ഇന്ന വസ്തു കൊണ്ടുവരണം. അതൊക്കെ കൂട്ടുകാരൻ അയൽക്കാരനാണ്. അയാൾ പറഞ്ഞു, നീ ഇനിയും വരുമ്പോൾ എനിക്ക് ഇവിടെ കിട്ടാത്ത 1-2 സാധനം ഉണ്ട്, അതിൻ്റെ ലിസ്റ്റ് കൊടുത്തു, അത് കൊണ്ടുവരാം. അപ്പൻ പറഞ്ഞു, നമുക്ക് ഈ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഒരു തെങ്ങും തോട്ടമുണ്ട്, അത് വാങ്ങണം. അതിനു വേണ്ടി പൈസയൊന്നും കളയരുത്, എൻ്റെ ചെറുപ്പം മുതലുള്ളൊരാഗ്രഹമാണ്, അത് വാങ്ങണം. നീ അതിൻ്റെ കാശൊന്നും കളയരുത്, കുറേ പൈസ ഞാനും ഉണ്ടാക്കാം, അത് കൊണ്ടുവരണം. അപ്പൻ്റെ മുമ്പിൽ പുള്ളി മൂളി. വലിയ മോൻ പറഞ്ഞു, പപ്പ വലിയൊരാഗ്രഹം, ഒരു ബൈക്ക് മേടിക്കണമെന്ന്. ബൈക്കല്ല, പണ്ടൊക്കെ ചേതക്കിൻ്റെ സ്കൂട്ടർ, അതൊക്കെ നോക്കി കണ്ടു അതൊക്കെ പോകുക കഴിയുള്ളൂ. SD-യുടെ പഴയ വണ്ടി അതൊക്കെയാണ് നോക്കുന്നത്. അത് പഴയ വണ്ടിയാണെങ്കിലും മതി, കുഴപ്പമൊന്നുമില്ല, ഒരു വണ്ടി എനിക്ക് വേണം. അവൻ്റെ ന്യായമായൊരാഗ്രഹമാണ്. മോള് ഓരോന്ന് പറഞ്ഞു, അമ്മയുടെ വീതം പറഞ്ഞു. പക്ഷെങ്കിൽ ഈ ഭാര്യ മാത്രം ഒന്നും പറയുന്നില്ല. ഭാര്യ പറയാത്തതിൻ്റെ കാരണം വേറൊന്നുമില്ല, ആവശ്യമൊന്നും ഇല്ലഞ്ഞിട്ടല്ല, അവൾക്ക് ഹസ്ബൻഡിൻ്റെ പരിമിതികൾ അറിയാം, അതുകൊണ്ട് ചോദിക്കുന്നില്ല. പോയി ഒരു 4 കൊല്ലം കൂടി കഴിഞ്ഞ് അദ്ദേഹം വരിക. അപ്പോൾ മകന് വലിയ പ്രതീക്ഷയാണ്, ബൈക്കിനുള്ളതൊക്കെ ഉണ്ട് പാപ്പയുടെ കയ്യിൽ. അപ്പൻ്റെ പ്രതീക്ഷ ഇഷ്ടം പോലെ പണമുണ്ട്. അയൽക്കാരൻ്റെ പ്രതീക്ഷ ഞാൻ പറഞ്ഞു വിട്ട ഗിഫ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പെങ്ങളുടെ മക്കളുണ്ട്, ജ്യേഷ്ഠൻ്റെ മക്കളുണ്ട്, ഇവർക്കെല്ലാം വേണ്ടതുണ്ട്. ഒരു കാര്യവും ചോദിക്കാത്ത ഒരാളേ ഉള്ളൂ, അത് കാന്തയാണ്, ഭാര്യ. ഒന്നും ചോദിച്ചില്ല. അതിൻ്റെ അർത്ഥം ഈ വരുന്ന പുള്ളി കാന്തയ്ക്കൊന്നും കൊടുക്കാതെ വെറും കൈയോടെ വരുമെന്നും പ്രതീക്ഷിക്കണ്ട. കാന്ത ഒന്നും പറഞ്ഞില്ലെങ്കിലും അവിടെ മനസ്സ് പഠിച്ച് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിൽ അത്യന്തം പരം ഒരു ഗിഫ്റ്റ് കാന്തൻ്റെ കയ്യിലുണ്ടെന്ന്. അത്യന്തം പരം, കാന്ത സ്വപ്നം കാണാത്തൊരു സാധനം, അതുകൊണ്ടാണ് വരുന്നേ. അങ്ങനെയല്ലേ? സ്നേഹമുള്ള ഭർത്താവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലാത്തവരൊക്കെ എന്നോട് ക്ഷമിക്കണം, ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്, മനസ്സിലല്ലേ? പിന്നെ ഈ വിളിച്ചു പറയുന്നത് ഇങ്ങനെ തരണമെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്, നിങ്ങൾ ക്ഷമിച്ചേക്ക്, ഞാൻ നിങ്ങളെയല്ല ഉദ്ദേശിച്ചത്. ആ 2 കൂട്ടരും വിട്ടേക്ക്. ഈ നമ്മുടെ പ്രിയപ്പെട്ടവൻ വന്നു, കാണാൻ ചെന്നു, നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നു, ഇതൊക്കെ പൊട്ടിച്ചു, ഓരോരുത്തരും ചോദിച്ചു കൊടുത്തു, പപ്പായോട് കാര്യം പറഞ്ഞു. ഇനി അടുത്ത ഘട്ടം വരുമ്പോഴേ നമുക്ക് സ്ഥലം മേടിക്കാൻ പറ്റും. ഇപ്പോൾ അഡ്വാൻസ് കൊടുക്കാം. മോനുള്ളത് കൊടുത്തു. മോൻ കൊടുത്ത പണം കൊണ്ട് അന്നേരം പോയി വണ്ടി എടുത്തു. എല്ലാവർക്കും വലിയ സന്തോഷം, മോൾക്കൊണ്ട്. എന്നിട്ടേ ഈ കാന്തയ്ക്കൊരു ഗിഫ്റ്റ് അങ്ങോട്ട് കൊടുത്തു. അന്നേരം അല്ല, അവരുടെ സ്വകാര്യതയിൽ, അവരുടെ മുറിയിൽ പെട്ടി തുറന്ന് ഇതെടുത്ത് കൊടുത്തപ്പോൾ പുള്ളിക്കാരി ഇതൊന്ന് നോക്കി. അങ്ങനെ വിചാരിച്ച് ഇത് കണ്ട് ഇവൾ കിടന്ന് ചാടി തുള്ളി മറിയുക. അത്ര നല്ലൊരു സാധനമാണെന്ന് വാങ്ങിയേ, ഇവിടെ ചിന്തക്കപ്പുറത്തൊന്ന്. അവളിതൊന്ന് മേടിച്ചു, ഒന്ന് നോക്കി, ഒരു തുള്ളി കണ്ണീര്, ഇതങ്ങ് മാറ്റി വെച്ചു. മാറ്റി വെച്ചിട്ട് പറയുക, എന്തിനാ ഇതൊക്കെ വാങ്ങിയേ? സത്യം അവൾ പറഞ്ഞേ, ഇതൊന്നും നമുക്ക് വേണ്ടെന്നേ. അവൾ കാത്തിരുന്നത് ഈ ഗിഫ്റ്റിനല്ല, അവൾ കാത്തിരുന്നത് കാന്തന് വേണ്ടിയാണ്. ഞാൻ അങ്ങയാണ് കാത്തിരുന്നത്, നിന്നെ കാത്താ ഞാൻ ഇരുന്നേ. അങ്ങേക്ക് എന്ത് ചെയ്തു തരാം? ഇഷ്ടപ്പെട്ട ഭക്ഷണം, നല്ലൊരു ചായ, അങ്ങേക്ക് വേണ്ടി എന്ത് ചെയ്ത് നിർവൃതി അടയാൽ. ഇതാണ് കാന്തയുടെ ഇഷ്ടം, അല്ല കിരീടമൊന്നും അല്ലെന്നേ. അത് പോട്ടെ, സന്തോഷമായോ? കിരീടം കിട്ടുവാണെങ്കിൽ കിട്ടിട്ട് ഇതെടുത്ത് അങ്ങോട്ട് വെച്ചിട്ട് പറയണം, ദാവീദ് പറഞ്ഞ പോലെ, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞങ്ങൾ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ആ ഭൂമിയിൽ കിട്ടുന്ന കുറേ സന്തോഷങ്ങളോ, ഇവിടെ കിട്ടുന്ന ചില ഭൗതിക സമൃദ്ധിയോ, ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും തരത്തെ വെൽനസ് അല്ല ഭക്തൻ്റെ പ്രതീക്ഷ. ഇഹലോകത്തിലെയും പരലോകത്തിലെയും വെൽനസ് അല്ല, സ്വർഗത്തിലും നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. തീവ്രമായ ആ പ്രണയത്തിൻ്റെ പേരാണ് വിശ്വാസം. അഗാധമായ ആ സ്നേഹത്തിൻ്റെ പേരാണ് വിശ്വാസം. ആ സ്നേഹത്തിൻ്റെ ഉള്ളടക്കം തിരിച്ചറിഞ്ഞ അപ്പോസ്തലൻ പറയുക, ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നതാര്?
ഒന്നിനും വേർപിരിക്കാനാവാത്ത ആ സ്നേഹബന്ധത്തിൻ്റെ ഗാഢമായ ആത്മാർത്ഥത ഹൃദയത്തിലെത്തി വാങ്ങിയ നമുക്ക് പറയാ, ഒന്നിനാലും എന്നെ വേർപിരിക്കാൻ ലുകുലകത്തിൽ ഒരു ശക്തിക്കും ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ആഴത്തിനോ മരണത്തിനോ ക്രിസ്തുയേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മുടെ ഒത്തിരി സുഹൃത്തുക്കൾ മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും ഡൽഹിയിലുമൊക്കെ ജയിലിലാണ്. എൻ്റെ കൂടെ വചനം പഠിപ്പിച്ച ഒരു സാറ്, ഒരു ദൈവാസന, ഇപ്പോൾ UP ജയിലിലാണ്. അദ്ദേഹത്തിൻ്റെ വൈഫും ജയിലിലാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നോട് കുറേ സുഹൃത്തുക്കൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, ഇവിടെ എല്ലാവരും ജയിലിലാണ്, ഇതേപ്പറ്റി ഒരു ലൈവ് ചെയ്യണം. ഞാൻ പറഞ്ഞു ലൈവ് ചെയ്യാം, മെസ്സേജ് കൊടുക്കാം. പക്ഷേ അതിലും വലിയൊരു കാര്യം, ഇതെങ്ങനെ ഇവർ ജയിലിലായത്? അത് നമ്മളാ കാരണം. നിങ്ങളും ഞാനും അവരും കാരണം. എന്താ കാരണം എന്നറിയണ്ടേ? നാളുകളായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഒരു ഉണർവ് ഞങ്ങളുടെ ഇടയിൽ അയക്കണം. നമ്മൾ ഉണർവെന്ന് കേട്ടതും മനസ്സിലാക്കിയതും ആലയത്തിൻ്റെ 4 ചുവരിൻ്റെ ഉള്ളിൽ നിന്ന് ഈ സോന ഒന്ന് പാടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ സന്തോഷത്തിന് നമ്മൾ ഉണർവെന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അതൊരു ഉണർവാണ്. അപ്പോൾ ആലയത്തിൻ്റെ 4 ചുവരിൽ കേൾക്കുന്ന ഉണർവിനെക്കുറിച്ചുള്ള പാട്ടും തന്നെയല്ല ഉണർവ്. പറയാം, ഈ ശവപ്പെട്ടിക്കകത്തെ മരിച്ചവൻ്റെ ബോഡിയും വെച്ച് ആ ശവം അതിനകത്ത് പുതപ്പിച്ച് കിടത്തിക്കൊണ്ട് വരികയാണ്. ദേഹമാസകലം കൂട്ടിക്കെട്ടും യഹൂദൻ്റെ രീതി അനുസരിച്ച്. ശരീരമാസകല ഉറുമാലിട്ട് കെട്ടും. ഒരു ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ നിന്ന് വന്ന ഈ ബോഡി വെച്ച് കെട്ടി ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ അവിടെ കുഴലൂത്തുകാർ എന്നൊരു ഗ്രൂപ്പുണ്ട്. കുഴലൂത്തുകാർ നമ്മുടെ എന്താ പറയുന്നത്, ഈ നമ്മുടെ നാട്ടിലൊക്കെ ഈ ബാൻഡ് സെറ്റില്ലേ എന്ന് പറഞ്ഞുള്ള പരിപാടിയാണ്. പക്ഷേ ഇത് ഇച്ചിരി കൂടെയൊക്കെ ഗൗരവമുള്ള രീതിയാണ്. ഇവർ ഈ കൂലിക്ക് കരയുക വന്നിരുന്നു. എന്നിട്ട് ഇവർ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തബീതയുടെ വീട്ടിൽ വന്ന് പറയല്ലേ, ഇത് തബീത അങ്ങനായിരുന്നു, തബീത ഇങ്ങനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രകീർത്തിച്ച് പാടിക്കരയണം. ഈ കരയുന്നതിനനുസരിച്ചാണ് ഫീസ്. ഇതായി കുഴലൂത്തുകാർ. അപ്പോൾ വലിയ കാശൊക്കെ ഉള്ള വീട്ടിലെ ആളാണ് മരിച്ചെങ്കിൽ ഈ കുഴലൂത്തുകാർ വന്ന് ആത്മാർത്ഥമായിട്ട് എൻ്റെ അപ്പച്ചോന്ന് പറഞ്ഞ് പൊട്ടിക്കരയും. ആ മൂത്ത പുള്ളിക്ക് തോന്നും, ഞാൻ പോലും എൻ്റെ അപ്പൻ ഇതുപോലെ സ്നേഹിച്ചിട്ടില്ലല്ലോ എന്ന്. അത് മനസ്സിലാത്തവർക്ക് വേണ്ടി ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഈ കർത്തൃമേശ നടത്തുമ്പോൾ പാസ്റ്റർമാർ ഈ അപ്പവും വീഞ്ഞും ഒക്കെ വെച്ചിട്ട് കരയുന്ന പോലൊരു ടോണ്, നമ്മുടെ അടുത്തോവിനെ അടിച്ചു, അങ്കപ്പാടുകൾ സഹിച്ചു, പുറവുഴവ് ചാലു, അതൊരു ടോണാണ്, അല്ലാതെ കരയുന്നല്ല. തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ എന്നോട് ചോദിക്കുക, പാസ്റ്റങ്ങനെ ഞാൻ ഇച്ചിരി കൂടെ കരയും. കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു പ്രയാസ സഭയിൽ ഉണ്ടാകലുണ്ടല്ലോ, നമ്മൾ നിമിത്തൊരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി, നമുക്കും വേണ്ട അവർക്കും ഒരു പ്രശ്നം ഉണ്ടാകണ്ടല്ലോ എന്ന് കരുതി ഇതെടുത്ത് വെച്ചിട്ട് ഇച്ചിരി വൈബ്രേഷനൊക്കെ ഇട്ട് ഇവിടെ അടുത്തോവിനെ അടിച്ചു പങ്കപ്പോ. ഈ സ്നാനത്തിനും കർത്തൃമേശയ്ക്കൊക്കെ അങ്ങനെ ഒരു രീതി ചോദിക്കണമെന്നാണ്. അത് പാസ്റ്റർ തിയോളജിയിലില്ല, പക്ഷെ അങ്ങനെയാണ്. ഈ വെള്ളത്തിലിറങ്ങിയ ആളിനെ നിർത്തിയിട്ട് വെള്ളത്തിൻ്റെ തണുപ്പും നമ്മുടെ ആ വൈബ്രേഷനും ഇത് രണ്ടും ഒരുമിച്ച് കയറി വരണം. മാനവരാശിയുടെ പാപത്തിൻ്റെ അത് ഈ മനുഷ്യരാശിയുടെ പാപത്തിൻ്റെ പരിഹാരമെന്ന് നൈസായിട്ട് ചോദിച്ചാൽ പറയും ഒരു ചൈതന്യമില്ലാത്ത ശുശ്രൂഷയായിരുന്നു. ആ വൈബ്രേഷൻ നമ്മൾ എത്ര കണ്ടിടുന്നോ അതിനനുസരിച്ച് അതിനൊരു പഞ്ച്, മനസ്സിലായില്ലേ? ഇതുപോലാണ് ഈ കുഴലൂത്തുകാർ. അവരിങ്ങനെ ഊതി മനുഷ്യനെ ഒരു പ്രത്യേക ക്ലൈമാക്സിൽ ഇങ്ങനെ കൊണ്ടു നിർത്തും. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇങ്ങനെ വരുന്ന വഴിക്ക് നമ്മുടെ കർത്താവ് കയറി ആ റോഡിന് വിലങ്ങ അങ്ങ് നിന്ന് കണ്ടോ. ആംബുലൻസ് വരുമ്പോൾ റോഡിൻ്റെ നടുവിൽ കയറി അങ്ങ് നിൽക്കുമ്പോൾ ആളുകൾക്ക് അത്ഭുതം, ഇതെന്താ സ്ഥിതി? കാരണം ഒരു യഹൂദൻ ഒരിക്കലും ശവശരീരം കണ്ടതേ തൊടാൻ സമ്മതിക്കില്ല, തൊടാൻ തയ്യാറാവില്ല, മാറും. കാരണം തൊട്ടുപോയെങ്കിൽ വൈകിട്ട് ശുദ്ധീകരണ നിയമം അനുസരിച്ച് ഒരു മൃഗത്തെയോ കുറുമ്പ്രാവിനെയോ യാഗമർപ്പിച്ച് ശുദ്ധി വരുത്തണം. അതുകൊണ്ട് ഈ ശവത്തെ സ്പർശിച്ച വസ്തുവോ ശവത്താൽ സ്പർശനമറ്റതോ ഒരിടത്തും തൊടൂല്ല, മാറി നിൽക്കണം. ആളുകൾ മാറി മാറി നിൽക്കും. കരയുന്നവർ പോലും മാറി നിന്ന് കരയുമ്പോൾ കണ്ണീരൊഴുക്കാൻ പോലും ത്രാണിയില്ലാത്തൊരു സ്ത്രീ കൂടെ വരിക. കണ്ണീര് വറ്റി വരേണ്ടൊരമ്മ, കരയാൻ ത്രാണിയില്ല. യേശുവിനെ മാറ്റാൻ പലരും ശ്രമിക്കുന്നുണ്ടാകും, ഇങ്ങോട്ട് മാറുന്നൊക്കെ പറയുന്നുണ്ടാകും. അങ്ങനൊന്നും പറഞ്ഞാൽ കർത്താവ് മൈൻഡ് ചെയ്യില്ല. അങ്ങനെയാണ്, സമരത്തിനൊന്നും പോവില്ല, കർത്താവ് മൈൻഡ് ചെയ്യില്ല. അടുത്തോട്ട് വരികയും എല്ലാവരെയും അമ്പരപ്പിച്ച് ഈ ശവമഞ്ചത്തിൽ തൊട്ടു. ശവമഞ്ചത്തിൽ തൊടുമ്പോൾ ഈ കൂടി നിന്ന ആളുകൾക്കിടയിൽ പ്രത്യേകിച്ചൊരു മാറ്റമില്ല. ആ ബഹളം അവർ തുടരുക.
പാട്ട് തുടരുന്നു, കണ്ണീര് തുടരുന്നു, ബഹളം തുടരുന്നു. പക്ഷെ അവരറിയാത്തൊരു ഉണർവ് ശവമഞ്ചത്തിനകത്ത് നടന്നു. അതാ ഉണർവ്. ഹല്ലേലൂയ. ഈ ഉണർവ് ഇന്ന് ജയിലറകളിൽ സംഭവിക്കുക. ഇന്ത്യ മഹാരാജ്യത്തിലെ സകല ഇടങ്ങളിലും ആ ഉണർവ് സംഭവിക്കുക. യെരുശലേം ദേവാലയത്തിലും വ്യാപരിക്കാത്ത ദൈവശക്തി ഈ ഇടങ്ങളിൽ വ്യാപരിച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുക എന്ന് ദൈവജനം വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ തോന്നുന്നുണ്ടോ അവർ തനിച്ചാന്ന്? അവർ തനിച്ചാന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ വിശ്വാസത്താൽ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പറയാ, സഹോദര നിങ്ങൾ തനിച്ചൊന്നും അല്ലെന്നേ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ടെന്നേ. 2000 ആണ്ടത്തെ പൈതൃകമുള്ള നമ്മളെ, ഇവിടൊക്കെ കിടന്ന് ശീലമുള്ള ഞങ്ങളെ ഒരേ സ്വരത്തിൽ പറയുക, നിനക്കൊരു ദോഷവും വരുത്തരുത്, പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ഞങ്ങളിവിടെയുണ്ട്. നാം ഒരുമിച്ചാണ് ഈ പ്രവൃത്തിയിൽ അവരോടൊപ്പമുണ്ട് കർത്താവിൻ്റെ വേലയിൽ. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. പേടിയൊന്നും വേണ്ടെന്നേ, അങ്ങനെയൊന്നും ഭാരപ്പെടുമൊന്നും വേണ്ട. സ്തോത്രം. ഞങ്ങളുടെയൊക്കെ പേര് എത്ര കേസാന്ന് നമുക്ക് തന്നെ അറിയില്ല. ഇപ്പോഴീ കോടതിയിലൊക്കെ പോയിട്ട് വരുന്ന, സ്വന്തം വീട്ടിൽ പോയിട്ട് വരുന്നൊരു സന്തോഷത്തോടെയാണ് ഇങ്ങനെ പോയി വരിക. ആദ്യമൊക്കെ വലിയ ഒരു പ്രയാസം പോലൊക്കെ തോന്നും. അവിടുന്നൊരു വിളി, ഇവിടുന്നൊരു വിളി, അപ്പുറത്തുനിന്നൊരു വിളി, ഇതെല്ലാം പോയി അതെൻ്റെ ടെക്നിക്കൊന്നും പറയില്ല. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. പിന്നൊരു തമ്പുരാൻ പഠിപ്പിച്ചത്, നമ്മുടെ കാശും കൂടെ കൊണ്ട് ഉണ്ടാക്കുന്ന സ്ഥാപനമല്ലേ, അവിടെ കിടക്കണം കുറച്ച് നാൾ. സൂപ്പർ ഫുഡാണെന്നാണ് പറഞ്ഞു കേട്ടേക്കത്. എനിക്കിത് ഈ പലരും പറഞ്ഞു ഈ ശരീരം മെലിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു തോന്നുന്നു. ഞാൻ പറഞ്ഞു ഉടനെ തന്നെ നന്നാവും, പേടിക്കണ്ട. കാരണം ആട്ടിറച്ചിയൊക്കെ അവിടെ കിട്ടുന്ന പറഞ്ഞു കേരളത്തിൽ. സൂപ്പർ സാധനം, ഒന്നാന്തര സാധനം അവിടെ കിട്ടുന്നു. പിന്നെ പോകാൻ എന്താ കുഴപ്പമൊന്നും, നമുക്കെല്ലാം പോകാൻ റെഡിയായേക്കാം യേശുവിൻ്റെ നാമത്തിൽ. സന്തോഷമുണ്ടോ? പ്രാർത്ഥിച്ചാട്ടോ, സ്തോത്രം. പ്രാർത്ഥിച്ച് നമ്മൾ പോവും, അത് വേറെ കാര്യം കേട്ടോ. കൂടെ നിൽക്കണം ആ സമയം വരെ. അപ്പോൾ പത്മോസിൽ അപ്പോസ്തലൻ ഈ കിടപ്പിൽ കിടന്നൊരു കാഴ്ച കണ്ടു. അത് സ്വർഗത്തെ പറ്റിയാണ്. ഈ സ്വർഗത്തെ കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ എൻ്റെ ആവേശം മുമ്പേ പറഞ്ഞല്ലോ, സ്വർഗം ഒരു വിസ്മയ സ്ഥലമാണ്, സംശയമൊന്നും വേണ്ട. സ്വർഗം എന്നെ വിസ്മയിപ്പിച്ചത് 24 മൂപ്പന്മാരവിടെ നിന്നതോ, 4 ജീവികൾ പാടുന്നതോ, 10,000 ദൂതഗണങ്ങൾ ഒരേ സ്വരത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്നതോ, അതൊക്കെ നല്ലതാണ്. എങ്കിലും എൻ്റെ ആവേശവും ശ്രദ്ധയും അതല്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? അതാ പറയാൻ പോന്നെ. പത്മോസിൽ കിടന്ന യോഹന്നാൻ ഈ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാനിവരെ 2 ആളിനെ ശ്രദ്ധിച്ചിട്ട് സ്വർഗം കാണുന്ന യോഹന്നാനെയും വിവരിക്കുന്ന യേശുവിനെയും വിശദീകരിച്ചു കൊടുക്കുന്ന ദൂതനെയും ഒക്കെ കണ്ടിട്ടും എൻ്റെ ആവേശം മറ്റൊരു ബിന്ദുവിലാണ് കേന്ദ്രീകരിക്കുന്നത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. സ്വർഗം അതിഭാവുകത്വത്തിൻ്റെ ഇടമൊന്നുമല്ല. എന്തെന്നാൽ സ്വർഗത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായൊരു പിക്ചർ വെളിപ്പാട് പുസ്തകം 4:1 1 മുതലാണ്. വായിക്കണ്ട, അവിടെ എഴുതിയിരിക്കുകയാണ്, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആ തുറക്കപ്പെട്ട സ്വർഗത്തെ കാണിക്കേണ്ടതിന് ഒരു ശബ്ദം ഞാൻ കേട്ടു, ഇവിടെ കയറി വരിക. ഞാൻ നോക്കുമ്പോൾ സ്വർഗത്തിലൊരു സിംഹാസനം വച്ചിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവനിരിക്കുന്നു. ഇരിക്കുന്നവൻ കാഴ്ചക്ക് സൂര്യകാന്തത്തോടും പത്മരാഗത്തോടും സദൃശ്യൻ. സിംഹാസനത്തിന് ചുറ്റും മരതകത്തോട് സദൃശ്യമായൊരു പച്ചവില്ല്. സിംഹാസനത്തിൻ്റെ മുമ്പിൽ നിന്ന് പളുങ്കുനൊത്ത കണ്ണാടി കടൽ പുറപ്പെടുന്നു. യഹോവയുടെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. അതിനു ചുറ്റും 24 സിംഹാസനങ്ങൾ. 24 സിംഹാസനങ്ങളിൽ 24 മൂപ്പന്മാർ. അവർക്ക് പൊൻകിരീടം ലഭിച്ചിരിക്കുന്നു. പെട്ടെന്ന് ഇടിയും മിന്നലും നാദവും പുറപ്പെടുന്നു. ഇത് കേൾക്കുമ്പോഴൊക്കെ, ഈ സംഭവങ്ങൾ അങ്ങനെ ആവർത്തിക്കുമ്പോഴൊക്കെ മറ്റൊരു കാഴ്ച കൂടി ഞാൻ കണ്ടു. 4 വിചിത്ര ജീവികളെ കണ്ടു. അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണു നിറഞ്ഞിരുന്നു. അവയ്ക്ക് 6 ചിറകുണ്ടായിരുന്നു. അവ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നു. ഏതാണ്ട് യെശയ്യാവ് 6-ലും സമാനമായ സംഭവം കാണാം. എന്നിട്ടേ ഒരുത്തൻ പറയുന്നു, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായ സർവശക്തിയുള്ള നമ്മുടെ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നിങ്ങനെ അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരുന്നു. ജീവികൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുമ്പോൾ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടവേളയിൽ ഈ ഗാനത്തിൻ്റെ ഒരു വരിയിൽ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞിട്ട് ഒരാവർത്തനമാണ് വരുന്നത്. ഒരു ലൈനിൽ കൃത്യമായി 3 തവണ കേൾക്കും പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ.
എന്താണ്? ഓ ആൻഡ് യു ഓ ഗോഡ് ദ ഫാദർ, അല്ലയോ കർത്താവേ, സ്വർഗപിതാവേ, അങ്ങയ്ക്ക് മഹത്വം, ദൈവപുത്ര അങ്ങയ്ക്ക് മഹത്വം, ദൈവ പരിശുദ്ധാത്മാവേ അങ്ങയ്ക്ക് മഹത്വം. ഇതിങ്ങനെ ആവർത്തിച്ച് ആ തുടരുന്ന കാഴ്ച കണ്ട് ദൂതന്മാർ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ച കണ്ട് മൂപ്പന്മാർ തങ്ങളുടെ സിംഹാസനങ്ങളിൽ നിന്ന് താഴേക്കിറങ്ങിയിട്ട് ആ കിരീടങ്ങളെ താഴെ വെച്ചിട്ട്, ഈ കിരീടം നിന്റെ മുമ്പിൽ വെക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന വ്യംഗ്യാർത്ഥം പ്രവർത്തിക്കുമാർ ഒരർത്ഥവും ഉള്ളടക്കവും അതിൽ സാംശീകരിച്ചിട്ട് അവർ സ്വയം സമർപ്പിതരാകുന്ന കാഴ്ചയും കൊണ്ടു. ഞാൻ പറയും, ദൂതഗണങ്ങൾ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർക്കുമ്പോഴോ, അതല്ല ഇവിടെ കാണുന്ന മൂപ്പന്മാർ കിരീടങ്ങളെ താഴെ വെക്കുമ്പോഴോ തീർച്ചയായും നമ്മുടെ ഉള്ളിൽ അണപൊട്ടുന്നൊരാവേശമുണ്ട്, സത്യമാണ്. പക്ഷേ ഞാൻ വീണ്ടും പറയാം, എൻ്റെ ആവേശം അതല്ല. അത് നല്ലതാണ്, സന്തോഷകരമാണ്. കാരണം എനിക്കിത് വലിയ ആവേശം തോന്നാത്തതിനൊരു കാരണമുണ്ട്, പറയാം. 12-ലധികം രത്നങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആളാണ് ദൂതൻ. ചില 12 എന്ന് പുറത്തുള്ള മുതലായ സകലവിധ രത്നം എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 12 കൂടുതലുണ്ട്. ഇനി അത് വെച്ച് നമ്മളൊരു തർക്കമൊന്നും വേണ്ട. ഇനി 12 ഉള്ളെങ്കിൽ കൃത്യം അവിടെ നിന്നോട്ടെ, അതിന് എനിക്ക് വിരോധമില്ല. എന്തിന് അത് വെച്ച് നമ്മൾ ഈ അടിക്കേണ്ട കാര്യം വല്ലതും ഉണ്ടോ? എൻ്റെ ഒത്തിരി സ്നേഹിതന്മാർ അടുത്ത കാലത്ത് പിണങ്ങിപ്പോയി. അത് വഴക്കൊന്നുമല്ല കാരണം. അവസാനം വരുന്ന ഏലിയാവാണോ മോശയാണോ എന്ന് പറഞ്ഞ തർക്കത്തിൽ ഇവരെല്ലാം എന്നെ വിട്ടങ്ങ് പോയി. ഞാൻ അവസാനം പറഞ്ഞു, സഹോദര, ഏലിയാവോ മോശയോ ഇനി ഭൂമിയിൽ നിന്നൊരു കുട്ടപ്പനോ തങ്കച്ചനോ ആരെങ്കിലും വരട്ടെ, നമ്മളെന്തിനാ പിണങ്ങുന്നേ? ഈ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ പിണങ്ങണോ? ആരെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞാൽ 12 120 സകല രത്നം കൊണ്ട് ദൂതനെ അലങ്കരിക്കട്ടെ. ഈ ദൂതൻ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അവൻ ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഗുണഗണങ്ങളിൽ ഒരു കാര്യമായി വിളിച്ചു പറയുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ശ്രമിക്കണം, എല്ലാ ദൈവവിശ്വാസികളും ദൈവത്തെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ സ്ഥാനപ്പേര് ചൊല്ലിയ. യഹൂദനാണെ അതും വിളിക്കില്ല, ഭയം കാരണം. യാഹ്വേ എന്ന് വിളിക്കാനുള്ള ഭയം കൊണ്ട് അദോനായി, കർത്താവേ എന്ന് വിളിക്കൂ. കർത്താവ് എന്നർത്ഥം വരുന്ന അദോനായി എന്ന ശബ്ദമായി ഉയർത്തുന്നത്. ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനെയാ. ഈശ്വരൻ എന്ന് ദൈവത്തെ വിളിക്കും, ദൈവം എന്ന് ദൈവത്തെ വിളിക്കും. പക്ഷേ ഞാനും നിങ്ങൾ എങ്ങനെ ദൈവത്തെ വിളിക്കുന്നതും വിളിക്കേണ്ടതും ഞാൻ പറയാറുണ്ട്. യു നോ ഹൗ വി പീപ്പിൾ, ദ ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്, നാം എങ്ങനെ ദൈവത്തെ വിളിക്കുന്നവരുണ്ട്. ഓൺലി ദ പീപ്പിൾ ഓഫ് ഗോഡ് അഡ്രസ്സിങ് ഓൾമൈറ്റി ആസ് ഫാദർ. ദൈവത്തെ പിതാവ് എന്ന് വിളിക്കുന്ന ഒരൊറ്റ സമൂഹമേ ലോകത്തുള്ളൂ. അത് യേശുവിൻ്റെ അനുഗാമികളാണ്. ഹല്ലേലൂയ. ഞാൻ മറ്റുള്ളവർ നമ്മളെ വേർതിരിച്ച് നമ്മളെന്തോ സംഭവം എന്ന് പറയാനല്ല. ഇനി മുതൽ എല്ലാവരും ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ അതിനുള്ള അവകാശമായി തരുന്നു കേട്ടോ. അതിനുള്ള വിളംബരമാണ്. സ്തോത്രം. തിരിച്ചു വരാം. അപ്പോൾ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഞാൻ പിതാവ് എന്ന് വിളിക്കുന്നവനെ ഒരു കൂട്ടം ആളുകൾ ആരാധിക്കുമ്പോൾ എനിക്ക് ആവേശം വരാത്തത് നിങ്ങൾ പരിശുദ്ധനായി വാഴ്ത്തിപ്പാടുന്ന ആളെ എൻ്റെ പിതാവാണെന്ന്. ആ ബോധം എൻ്റെ അഭിമാനം വർദ്ധിപ്പിക്കുന്നു. ആവേശമല്ല, അഭിമാനം വർദ്ധിപ്പിക്കുന്നു. അടുത്തതേ, ഇതിലും വലിയൊരു ആവേശം പറയാം. ഇന്ന് നമ്മൾ നല്ല പാട്ടുകൾ കേട്ടു. സഹോദരന്മാർ നന്നായിട്ട് പാടി, വളരെ മനോഹര പാട്ട്, ഒപ്പം തന്നെ നല്ല സൗണ്ട് വർക്ക് അല്ലായിരുന്നോ? ആ മോൻ നന്നായിട്ട് വർക്ക് ചെയ്തു. നമ്മൾ ഈ വടക്കോട്ട് വരുന്നതോറും മൈക്ക് എന്താണെന്നോർത്ത് പേടിച്ചാണ് വരുന്നല്ലേ. തെക്കോട്ട് പോകുന്നതോറും നല്ല വർക്കാണ് അങ്ങോട്ട്. ട്രിവാൻഡ്രത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഗംഭീരം പരിപാടിയാണ്. അപ്പോൾ ഈ വരുമ്പോൾ നമ്മൾ ആദ്യം പിണങ്ങിയൊന്നുമില്ല, ഇതെന്താ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞെങ്കിൽ ചിലയിടത്ത് നിന്ന് നമുക്ക് കഥ പറയാൻ പോലും ഒക്കെ. ഒന്നിൽ ഈ വണ്ട് മൂളുന്നൊരു സ്വരം, ഇതേ ഉള്ളൂ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മറ്റൊരുത്തലും രക്ഷയില്ല എന്ന വാക്യം വരുമ്പോൾ അവനിതേ പിടിച്ചിട്ട് തിരിയുക, കേൾക്കാൻ സമ്മതിക്കുകയില്ല. ബാക്കി ഏത് വാക്യവും കയറ്റി വിടാം. കേശവറാസാനോട് ചോദിച്ചാൽ നേരാണോ? നീ പ്രസംഗിച്ച് കയറി വരികയും മറ്റൊരുത്തനിലും രക്ഷയില്ലെന്ന് പറയുമ്പോൾ ഒറ്റ തിരി അവൻ തിരിക്കും, സംഗതി പൂട്ടി. അങ്ങനെയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നല്ല പാട്ട്. പക്ഷേ ഇവർ ഈ പാടിയ പല പാട്ടും, നമ്മളീ പാടുന്ന പാട്ടും സ്വർഗത്തിൽ ആവശ്യമില്ലാത്ത പാട്ടാണ്. ആണോ? സ്വർഗത്തിൽ ഈ പാട്ട് വേണോ? കർത്താവ് താൻ ഗംഭീരനാഥമോടും ആ പാട്ട് സ്വർഗത്തിൽ ചെന്നിട്ട് ആരും പാടുമോ? കഴിഞ്ഞു പോയി എന്ന്, അതന്നെ കാര്യം. ആ പാട്ട് വേണ്ട. ആ പാട്ടിൻ്റെ ഒരാവശ്യമില്ല, ഒരാവശ്യമില്ല. അവൻ ആർക്കും കടക്കാരനല്ലെന്നുണ്ട്. സ്വർഗത്തിൽ ചെന്നിട്ട് പിന്നെ ഈ കടഭാരം പാടേണ്ട കാര്യമുണ്ടോ?
ആവശ്യമില്ല. ഇവിടുന്നുള്ള 99% പാട്ടും ഇവിടെ തന്നെ കളഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്, ഇവിടുത്തെ പ്രമേയങ്ങൾ. കാരണം ഇവിടുത്തെ പല പാട്ടും സ്വർഗീയനെപ്പറ്റി, സ്വർഗത്തെപ്പറ്റി, സ്വർഗീയ അനുഭവങ്ങളെപ്പറ്റി ഒക്കെയാണ് നമ്മൾ പാടുന്നത്. അവസാനം പാടുന്ന സമയമാൻ രഥം പോലും ഭൂമിയിലൂടെ നിത്യത്തിലേക്കുള്ള യാത്രയെപ്പറ്റി അങ്ങത്തെക്കുറിച്ചാണ് പാടുന്നത്. എന്നാലേ സ്വർഗത്തിലേറ്റവും പ്രകീർത്തിച്ച് പാടുന്നൊരു പാട്ട്, ആ പാട്ട് ഭൂമിയിൽ നടന്നൊരു സംഭവമാണ്. സ്വർഗീയവാസികൾക്ക് ആവേശം പകരുന്ന പാട്ട് തങ്കത്തിരി വീഥിയെക്കുറിച്ചല്ല, അവിടുത്തെ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തെക്കുറിച്ചല്ല, അവിടെ സമുദ്രം കണ്ടില്ല, വേദനകളില്ല, ഭാരങ്ങളില്ല, ദുഃഖങ്ങളില്ല, കണ്ണീരില്ല, ഇതൊന്നുമല്ല അവരെ ആവേശഭരിതരാക്കുന്നത്. ഭൂമിയിൽ നടന്ന ഒരു സംഭവം, അതാ സ്വർഗജീവികൾ പാടുക. അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്കു മഹത്വം, നീ അറുക്കപ്പെട്ടു. സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നൊരു പാട്ടവർ പാടുന്നു. അപ്പോൾ സ്വർഗത്തെയും ത്രസിപ്പിക്കുന്ന, ആവേശഭരിതമാക്കുന്ന, ഉജ്ജ്വലമാക്കുന്ന മനോഹരമായ ആ പാട്ടിൻ്റെ ഇതിവൃത്തം നീ അറുക്കപ്പെട്ടു. ആ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്ന വൃത്തഘോഷത്വം രക്ഷിക്കപ്പെടും നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയെങ്കിൽ സ്വർഗത്തെയും ആവേശഭരിതമാക്കുന്ന ക്രൂശിൻ്റെ മഹാസന്ദേശം ഉലകത്തെ മുഴുവൻ ആവേശഭരിതമാക്കട്ടെ. അകത്തും പുറത്തുമിരുന്ന് ഈ ക്രൂശിനെ കുറിച്ച് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രൂശ് വിമോചനത്തിൻ്റെ ചിഹ്നമാണ്, ക്രൂശ് വിടുതലിൻ്റെ ചിഹ്നമാണ്, തകർന്നടിഞ്ഞവനെ ഉദ്ധരിക്കുന്ന മനുഷ്യരാശിയുടെ പ്രതീക്ഷയുടെ ഉത്തരമാണ് ക്രൂശ്. ആ ക്രൂശിനെയും ക്രൂശിക്കപ്പെട്ടവനെയും ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തുന്നു. ഇനി ഈ വെളിപ്പാട് 5:12 മുതൽ ഇങ്ങോട്ട് വായിക്കുമ്പോൾ കൃത്യം ഈ ക്രൂശീകരണം പ്രതിപാദിച്ചു പോവുക. നീ അറുക്കപ്പെട്ടു. ഇതെന്താ ഈ ക്രൂശ് മരണം കൃത്യം ഇങ്ങനെ എഴുതാൻ കാരണം? അതിലേക്കാണ് വരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം, ഈ പരമ്പരാഗതമായ ഒരു ശൈലിയിലല്ല ഞാൻ നിങ്ങളോട് കാര്യം പറയുന്നത്. എന്നാൽ അതിനൊരു സ്റ്റാൻഡ് വേണം ഞാൻ ഈ സംസാരിക്കുമ്പോൾ. എന്നാൽ എനിക്ക് ആരോഗ്യം കുറവുള്ളൊരു മനുഷ്യനാണ്, ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ KS എബ്രഹാം സാറാണ് ഇങ്ങനെ 2 പിടിക്കും. അത് കണ്ട് നമുക്ക് അതൊക്കെ കണ്ട് ആഗ്രഹിക്കാം എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമുക്ക് പറ്റുന്ന കാര്യം ചെയ്താൽ പോരെ. അതാ കാര്യം. പിന്നെ നമുക്കിങ്ങനെ ഒന്ന് ഒരു കയ്യിൽ നിൽക്കുകയല്ല, മാറി മാറി പിടിക്കുകയാണ്. പോട്ടെ. അപ്പോൾ ഞാൻ കൂടെ ഒരാളോടും എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഹല്ലേലൂയ പറയാനോ സ്തോത്രം പറയാനോ ഇതുവരെ ഞാൻ ദൈവത്തിന് പിരിവെടുത്ത് ആരുടെയും ഹല്ലേലൂയ കൊടുത്തിട്ടില്ല. നാട്ടിലെല്ലാം ഇറങ്ങി പിരിച്ച് ഒരു ഹല്ലേലൂയ തരാമോ, ഒരു സ്തോത്രം പ്ലീസ് അവിടെ കൊടുക്കാനാണ്. എന്തോ ഒരു അത്യാവശ്യമാണ്. മനസ്സിലായില്ല? ഇത് എന്തിനു ചെയ്തെന്നൊരു പിടിയില്ല. ഒരു ഹല്ലേലൂയ, ഒരു സ്തോത്രം. ദൈവമക്കൾ എടോ ഈ പിരിവെടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? പാട്ട് പാടുന്ന ഈ കക്ഷികളെ നമുക്ക് പരിചയം ഉണ്ടാവുന്നുണ്ട്. ഇനി മിക്ക പാട്ടുകാരെയും ഇതൊക്കെ മക്കളെ ചെയ്യുന്നതിന് കുഴപ്പമില്ല, ഞാൻ വരുന്നതിന് മുമ്പ് പറഞ്ഞ് തീർത്തോണം. എന്താ അറിയണ്ടേ? എല്ലാവരെയും കൊണ്ടൊരു ഹല്ലേലൂയ പറയിപ്പിച്ചിട്ട് ഇവർ പറയുക പോരെന്ന് തീരുമാനിക്കാൻ നീ ആര്? എന്തോ പോരെന്നാ? ആത്മാർത്ഥത പോരെന്നോ, ശബ്ദം പോരെന്നോ? നമ്മുടെ വീണ്ടെടുപ്പുകാരനെ നമ്മൾ ആരാധിച്ചത് കണ്ടിട്ട് ചിലർ പറയുക പോരെന്നു. അതിൻ്റെ കുഴപ്പം ഞാൻ പറയട്ടെ. എൻ്റെ ഇളയ മോന് ഇപ്പോൾ +2നാണ്. തീരെ ചെറുതായിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ രാവിലെ പോകുന്നു, അർദ്ധരാത്രിക്ക് വരുന്നു, പിറ്റേന്ന് ഇവർ സ്കൂളിൽ പോകുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ കാണുന്നില്ല. അപ്പോൾ ഇവൻ്റെ വിചാരം ഈ വീടുമായി ബന്ധപ്പെട്ട ഏതോ ഒരാളാണ് ഞാൻ, അത്രയും ധരിക്കുന്നുള്ളൂ. ഈ വീട്ടിലെ ഒരാൾ, അതിനപ്പുറം അവന് വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ പെൺപിള്ളേരങ്ങനെയല്ല, അവർ കുറേ കൂടെ എഴുന്നേറ്റിരുന്ന് ഞാൻ വരുന്നത് ഇങ്ങനെ. ഈ പെൺപിള്ളേർ 3 പേരാണ് എനിക്ക്. അപ്പോൾ ഈ പിള്ളേർ, കൊച്ചു പിള്ളേർ ആണ്, അവർ പെൺപിള്ളേരാണ് മൂത്തത്. അപ്പോൾ ഇവളുമാർ എഴുന്നേറ്റ് എന്നെ ഏത് രാത്രിക്ക് വന്നാലും പിടിച്ചവിടെ അങ്ങ് വലിച്ച് ഭയങ്കര പ്രകടനമാണ്. ചെറിയ പിള്ളേരായിരിക്കുമ്പോഴേ, ഇപ്പോൾ അതൊക്കെ പ്രായമായി. അപ്പോൾ ഈ നമ്മുടെ പിള്ളേർ വന്നിട്ട് അവരുടെ ആ സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുക. നേരം വെളുക്കുമ്പോൾ ഇവനും ഇതുപോലെ വന്ന് ഓരോ പ്രകടനങ്ങൾ കാണിക്കും. അവനത്
അവൻ്റെ ഈ ഹൃദയത്തിൽ തട്ടിയല്ലേ ഇവർ ചെയ്യുന്നതുകൊണ്ട് ഞാനും ഇത് ചെയ്യണമെന്നൊരു തോന്നൽ ചെയ്യുന്ന, ഇങ്ങനെ ആരാധിക്കുന്നവരുണ്ടെന്നായി പറഞ്ഞ് കാര്യമൊന്നും മനസ്സിലാകാതെ മറ്റവർക്ക് എന്താ മനസ്സിലായത്, ഇത് പപ്പായാ, മറ്റേ മോൻ എന്താ ധരിച്ചേ, ഇവിടെ രാത്രി ഒരാൾ വരുന്നു, രാവിലെ പുള്ളി കിടന്ന് കുറച്ച് നേരം ഉറങ്ങുന്നു, ഇത്ര ചിന്തിച്ചുള്ളൂ. ഇപ്പോൾ അവനത് പറയുമ്പോൾ നാണക്കേടാ, കാരണം അവൻ തീരെ കുഞ്ഞായതുകൊണ്ട് തോന്നിയതാ. മനസ്സിലായോ? പക്വത വരുന്ന കുഞ്ഞിന് പപ്പയെ തിരിച്ചറിയാം, സ്നേഹിക്കേണ്ട രീതി അറിയാം. അങ്ങനല്ലേ? ഈ കുഞ്ഞ് പപ്പയെ സ്നേഹിക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന പറയാ പോരാ. കുഞ്ഞ് നമ്മളെ പിടിച്ച് ഈ കവിളത്തിൽ ഉമ്മ തരുന്നു, തലമുടിയെ പിടിക്കുന്നു, കളിക്കുന്നു, കണ്ടു നിൽക്കുന്ന പറയാ ഒന്നുകൂടെ. നീ ആര്? എന്തൊരു കഷ്ടം. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമുക്ക് ഉള്ളടക്കത്തിലേക്ക് വരാം. അവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ? അവസാനമൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? കുറഞ്ഞ പക്ഷേ ഒരു മനുഷ്യൻ ഇവിടുന്ന് എന്തൊക്കെയോ പറയുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ടോ? അത് മതി, ഞാൻ ധന്യനായി. അവിടെയൊക്കെ കാണാമല്ലോ അല്ലേ? ഒരാൾ ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയുന്നു, മതി, ധാരാളം കാര്യം. അതിൻ്റെ ഇടയ്ക്ക് ക്രൂശെന്ന് 2 ശബ്ദം കേട്ടാൽ മതിയല്ലോ, സുവിശേഷമായി. അതിനാ പ്രൈസലോ, സ്തോത്രം. അപ്പോഴേ ഞാൻ പറഞ്ഞു, റോമിൽ സമാധാനമുണ്ടാക്കാൻ അവർ ആവിഷ്കരിച്ചൊരു ശിക്ഷണ നടപടിയുടെ പേരാണ് ക്രൂശുമരണം. പഴയ നിയമം ആദിയോടന്തം പഠിച്ചാൽ ക്രൂശീകരണം എന്നൊരു പദമില്ല. പഴയ നിയമത്തിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ 4 രൂപങ്ങൾ കാണുന്നു. 4 തരത്തിൽ ശിക്ഷ നടപ്പിലാക്കാം. ഒന്ന്, തലയെറുത്തു കൊല്ലുക, ബിഹഡിങ് ഓർ സോഡിങ് എന്ന് പറയാം. കുറ്റവാളിയെ തലയെറുത്തു കൊല്ലുകയാണ് ഒന്നാമത്തെ ശിക്ഷണ രീതിയെങ്കിൽ മറ്റൊരു ശിക്ഷണ രീതി കല്ലെറിഞ്ഞു കൊല്ലുക, സ്റ്റോണിങ്. മൂന്നാമത്തെ ശിക്ഷണ രീതി ഹാങ്ങിങ് ആണ്, തൂക്കിലിട്ടുക. ഹാമാനെ തൂക്കിലിറ്റി. 4മതൊരു ശിക്ഷണ രീതിയുണ്ട്. അത് 2 തടികൾ കൂട്ടി വെച്ച് കയറിന് പ്രത്യേക രീതി വരിഞ്ഞ് കഴുത്തതിനുള്ളിലാക്കി ഞെരുക്കി കൊല്ലുക, സ്ട്രാംഗ്ലിങ് എന്ന് പറയും. 4 തരം ശിക്ഷണ രീതി: തലയെറുത്തു കൊല്ലുക, കല്ലെറിഞ്ഞു കൊല്ലുക, ഞെരുക്കി കൊല്ലുക, തൂക്കിക്കൊല്ലുക. ക്രൂശീകരണം എന്നൊരു പദം പഴയ നിയമത്തിൽ നേരിട്ടില്ല, പ്രവചനമുണ്ട് പരോക്ഷമായിട്ട്. കാരണം ക്രൂശുമരണം തുടങ്ങുന്നത് യേശുവിന് 300 കൊല്ലം മുമ്പാണ്. പഴയ നിയമം തീരുന്നത് യേശുവിന് 400 കൊല്ലം മുമ്പ്. 100 കൊല്ലത്തെ അകലം അവിടെ കിടക്കുന്നുണ്ട്. ഈ കാര്യം മനുഷ്യൻ ചെയ്തിട്ടില്ല. ഇനി ഈ ക്രൂശ് എന്നതിന് ഗ്രീക്കുകാരൻ പറഞ്ഞ പേര് സ്റ്റൗറോസ് എന്നായിരുന്നു. സ്റ്റൗറോസ്. ഈ സ്റ്റൗറോസിൻ്റെ അർത്ഥം ദണ്ഡനത്തടി എന്നായിരുന്നു. ഈ സ്റ്റൗറോസിൻ്റെ മറ്റൊരു രൂപമാണ് ഈ റോമക്കാർ വിളിച്ചു വന്നത് ക്രക്സ് എന്നായിരുന്നു. ക്രക്സ്. ക്രക്സിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗമാണ് ക്രോസ്. അത് മലയാളീകരിച്ചതാണ് ക്രൂശ്. അപ്പോൾ ഈ ക്രക്സിന് 2 ഭാഗങ്ങളാണ്. ഒന്ന്, വെർട്ടിക്കലായിട്ട് കൃത്യം അല്ലെങ്കിൽ കുത്തനെ നിർത്തിയ, ലംബമാക്കി നിർത്തിയ ഒരു തടിക്കഷണം. ആ തടിക്കഷണത്തിന് പേര് പറയും സിംപ്ലക്സ്. ചരിത്രത്തിൽ അങ്ങനെ പറയുന്നത്, സിംപ്ലക്സ്. ഇനി വിലങ്ങനെ ഒരു തടിക്കഷണുണ്ട്. ആ തടിക്കട്ടയുടെ പേര് റോമൻ ഭാഷയായ ലാറ്റിനിൽ പാറ്റീബുലം, PATIBULAM. ഞാനും നിങ്ങളും കണ്ടുപരിചയിച്ച ക്രൂശുമരണത്തെക്കുറിച്ചുള്ള ചിത്രങ്ങളിലോ ജീസസ് പോലെയുള്ള സിനിമകളിലോ മനുഷ്യൻ വരച്ചതോ നിർമ്മിച്ചതോമായ ഏതെങ്കിലും ശില്പകലകളിലോ സത്യത്തോട് യാതൊരു കൂറും പുലർത്താത്ത ക്രൂശും ക്രൂശുമരണ സംവിധാനങ്ങളുമാണ് വരച്ചിട്ടുള്ളത്. കാരണം റോമൻ്റെ ചരിത്രത്തിൽ എവിടെയും ഈ T ആകൃതിയിലെ ക്രൂശ് അതേപടി ചുമക്കുന്ന രീതിയില്ല. കുറ്റവാളി ചുമക്കേണ്ടത് ഒരു തടിക്കട്ടയാണ്, ഒറ്റ തടിക്കട്ട. അത് ചുമക്കാനേ പറ്റുള്ളൂ, അത്ര വെയിറ്റാണത്. ഈ തടിക്കട്ട നമ്മൾ കാണുന്നത് പോലെ ചതുരവടിവിൽ ആകർഷണീയമായി കടഞ്ഞെടുത്ത് പോളിഷ് ചെയ്ത് മിനുക്കി ഒന്നും കൊണ്ടു നടക്കുന്നല്ല. ആ ഉരുളൻ തടി തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് ക്രൂശ് പണിയുക എന്നൊരു സംവിധാനമില്ല. യേശുവിൻ്റെ 6-ാം തിരുമുറ, ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറ എന്ന പേരിൽ ശ്രീമാൻ PM ആൻ്റണിയുടെ നാടകത്തിൽ
ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ക്രൂശ് പണിയുന്ന ഒരു തച്ചൻ്റെ കുടുംബത്തിൽ ജനിച്ച ആളായി ആ ക്രൂശ് പണിയുന്ന രംഗം കാട്ടിക്കൊണ്ടാണ്. സുഹൃത്തെ, ക്രൂശ് പണിയുന്ന രീതിയില്ല. ആ തടി മുറിച്ചെടുത്ത് അളവ് കൃത്യമായി ഒപ്പിച്ച് ഈ തടിക്കട്ടയിൽ ഒരെണ്ണം വിലങ്ങനെ വെക്കേണ്ട തടിക്കഷണം, പാറ്റീപുലമെന്നറിയപ്പെടുന്ന തടിക്കഷണം, അത് തോളിലേക്ക് വെച്ചിട്ട് കൈകൾ രണ്ടും അതോട് പിണച്ചു കെട്ടും. ഇങ്ങനെയാണ് ഈ ക്രൂശ് മരണത്തിന് ആളെ കൊണ്ടുപോവുക. കുത്തനെയുള്ള തടി ഓൾറെഡി അവിടെ എത്തിച്ചിരിക്കും. അടിമകളെ കൊണ്ടോ മറ്റാരെയെങ്കിലും കൊണ്ടോ ഈ തടി നേരത്തെ അവിടെ എത്തിച്ചിരിക്കും. റോമിലാണ് ഈ രാജ്യം. റോമിൽ കർശന നിയമങ്ങളുണ്ട്. റോമിൽ സമയകൃത്യതയുണ്ട്. ആ കൃത്യസമയത്തിനുള്ളിൽ ക്രൂശീകരണം നടന്നിരിക്കണം. യാതൊരു ഉപാധിയുമില്ല. അവിടെ എവിടെയെങ്കിലും വീഴ്ച വരുത്തിയാൽ ഉദ്യോഗസ്ഥന് നേരെ കർശന ആക്ഷൻ വരും. റോമിലെ തടവറയിൽ നിന്ന് ഒരു തടവുലി രക്ഷപ്പെട്ടാൽ ആ തടവറയിലേക്ക് ഈ കാരാഗൃഹം സൂക്ഷിപ്പുകാരനെ ഇടും. റോം കർശനമായ നീതിന്യായ വ്യവസ്ഥയുടെ നാടാണ്. അതുകൊണ്ടാണ് പൗലോസ് ഒരിക്കൽ ചോദിക്കുന്നത്, ഒരു റോമാ പൗരനെ വിചാരണ കൂടാതെ ശിക്ഷിക്കുന്നത് ഉചിതമോ? വിചാരണ കൂടാതെ ശിക്ഷ നടപ്പിലാക്കിയാൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടിക്ക് കാരണമായി തീരും. കോടതി ഭയന്നുകൊണ്ട് പറയുകയാണ്, നീ റോമാ പൗരനെന്ന് ഞാൻ അറിഞ്ഞില്ല, ഞാനത് ഏറിയ മുതൽ മുടക്കി ദ്രവ്യം കൊടുത്തു വാങ്ങി. പൗലോസ് മറുപടി പറയുകയാണ്, നീ ദ്രവ്യം കൊടുത്തു വാങ്ങിയെങ്കിൽ ഞാനോ അങ്ങനെ തന്നെ ജനിച്ചിരിക്കുന്നു. പൈതൃകവും ശ്രേഷ്ഠതയുമുള്ള ഒരു മനുഷ്യൻ കോടതിയിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വ്യവഹരിക്കാൻ കാരണമെന്ത്? രാജ്യത്തിലെ നിയമത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അവബോധമാണ് അതിൻ്റെ പിന്നിലെ കാരണം. ഞാൻ പറഞ്ഞതേ, ഈ ഘട്ടത്തിൽ ഈ ഒരു തടി മാത്രം എടുത്താൽ മതി, ബാക്കിയൊക്കെ അവിടെ ഉണ്ടാകും. ഇനി ആണിതിറയ്ക്കുന്ന രീതിക്കുമുണ്ട് പ്രശ്നം. ഈ തടി അവിടെ കൊണ്ടെത്തിച്ച് ഈ തടി തമ്മിൽ കൂട്ടി യോജിപ്പിച്ചൊരു കുരിശാക്കും. അപ്പോഴാ ക്രോസ്, ക്രക്സ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന സ്റ്റൗറോസ്, ദണ്ഡന സ്തംഭം, ദണ്ഡനത്തടി എന്ന ആ പദം അർത്ഥവത്തായി തീരുന്നത്. ഇനി മരണത്തിന് വിധിക്കപ്പെട്ട ആളിനെ മലർത്തിക്കിടത്തിയിട്ട് അപ്പോത്തിക്കരി എന്ന് വിളിക്കുന്ന അവിടുത്തെ വൈദ്യൻ വരേണം. അയാൾ വന്ന് ഈ ശരീരമാസകലം പരിശോധിച്ചിട്ട് ഈ ആണി അടിച്ചിറക്കേണ്ട കൈയുടെ ഭാഗം കറുത്ത മഷിക്കടയാളപ്പെടുത്തണം. ആണി അടിച്ചിറക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു പരിചയിച്ച പോലെ കൈവെള്ളക്കുള്ളിൽ തറയ്ക്കുന്ന ഏർപ്പാടില്ല. കയ്യിൽ ഈ കൈ തണ്ടയുടെ ഭാഗത്ത് റിസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന ഭാഗമില്ലേ, മണിബന്ധമെന്ന് മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ റിസ്റ്റ് എന്ന് പറയുന്ന ഭാഗം, ആ സ്ഥാനത്ത് അടയാളം കൊടുക്കും. ഈ സ്ഥലത്തേക്ക് ചതുരവടിവുള്ള അറ്റം കൂർത്തിരിക്കുന്ന മറുഭാഗം ഉരുണ്ടിരിക്കുന്ന ഗോളാകൃതിയിലുള്ള ഒരാണി കൊണ്ടുവന്ന് ഈ വൈദ്യൻ തന്നെ ഇങ്ങനെ പിടിക്കും. അത് ചരിയാൻ പാടില്ല. അതൊരു കാരണവശാലും ഈ സ്ഥലമല്ലാതെ മറ്റെവിടെയെങ്കിലും കുത്താൻ പാടില്ല. അത് കുത്തുന്നതിന് മുമ്പ് 3 പടയാളികൾ കയ്യിലും കാലിലും ഒരുപോലെ മലർത്തിക്കിടത്തിയ ശേഷം കയ്യിലും കാലിലും നിശ്ചിത ഇടങ്ങളിൽ ഇതിങ്ങനെ കുത്താൻ തുടങ്ങുന്ന രീതിയിൽ ഇങ്ങനെ കയ്യിലൊന്ന് അമർത്തി വെച്ചിട്ട്, കൂടുതൽ അമർത്തിയാൽ അപ്പോഴേ കിഴിഞ്ഞിറങ്ങുന്ന തരത്തിൽ കഠോരമായ അതിൻ്റെ മൂർച്ച വലുതാണ്. അവിടെ കയ്യിലിങ്ങനെ പിടിച്ച ശേഷം ഈ പടയാളികളിൽ ഒരുവൻ ഈ പറകടിച്ച് പെരുമ്പറകടിച്ച് കാകളമൂതി ജനത്തെ വിവരമറിയിക്കും, നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവുമായ റോമാ കൈസറുടെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നു. ഈ മനുഷ്യൻ, ഈ കൊടും കുറ്റവാളി, ഈ അധർമ്മി രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ചുകൊണ്ട് അദ്ദേഹം നടപ്പിലാക്കിയ ക്രൂരകൃത്യങ്ങളുടെ പട്ടിക വായിക്കും. യേശുവിൻ്റെ കാര്യമെടുത്താൽ യേശു എന്ന നസ്രായനായ ഈ മനുഷ്യൻ, നസ്രയത്തിലെ തച്ചൻ്റെ മകൻ, യോസേഫിൻ്റെ മകൻ, രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ ചെയ്തു കൂട്ടിയ കുറ്റകൃത്യങ്ങളുടെ പരിണിത ഫലമായി അവരെ ഞങ്ങൾ ഇന്നേ ദിവസം റോമാ കൈസറുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി രാജ്യ നിയമമനുസരിച്ച് ഇതിനാൽ ക്രൂശിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉച്ചത്തിൽ റോമാ കൈസർ ജയ ജയ, റോമാ കൈസർ ജയ ജയ, ഈ ശബ്ദം എല്ലാവരും ചേർന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ ഈ ഹതഭാഗ്യൻ്റെ കരച്ചിൽ പോലും അവൻ്റെ പ്രതികരണം പോലും ഒരു മനുഷ്യനും കേൾക്കാൻ കഴിയാത്ത ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ റോമാ കൈസർക്ക് മഹത്വം കൊടുത്തുകൊണ്ട് ഈ ആണി കുത്തിയിറക്കുകയാണ്. ആണി കുത്തി ഇറക്കി കഴിഞ്ഞിട്ട് ആണി തടിയോടടുക്കുമ്പോൾ ഈ ആണി ഒന്ന് തിരിക്കും. ആണി എന്തിനാ തിരിക്കുന്നത്? 3 പേര് ഒരേ നിമിഷത്തിൽ തിരിക്കണം. പരമാവധി രക്തം വാർത്തുപോയി എന്ന് ഉറപ്പാക്കിയ ശേഷം, ആളിൻ്റെ ശരീരത്തുനിന്ന് പരമാവധി രക്തം പുറത്തായി എന്ന് ഉറപ്പാക്കിയ ശേഷം ഇതൊന്ന് തിരിക്കും. ഇങ്ങനെ തിരിക്കുമ്പോൾ ഈ ഞരമ്പ് കൂടുകൾ സ്ട്രക്കായിട്ട് സ്തംഭിച്ചിട്ട് ശേഷമുള്ള രക്തം ശിരാനരമ്പുകളിലൂടെ പ്രവഹിക്കാനാവാത്ത വിധം അതിങ്ങനെ കെട്ടിക്കിടക്കും. ഈ ശരീരം ഇനി ചുറ്റികയടിച്ച് ഈ തടിയോട് ചേർത്ത് കെട്ടിയിട്ട്
അവിടെ നിയോഗിക്കപ്പെട്ട പ്രത്യേക കുഴിക്കുള്ളിലേക്ക് ഈ കുരിശിറക്കി വെക്കും. ആളിൻ്റെ ക്രൂശീകരണം ഏതാണ്ട് പാതി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും പടയാളികൾക്ക് പോയിക്കൂടാ, അവരവിടെ തന്നെ നിൽക്കണം. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഈ കിടക്കുന്ന ആ മനുഷ്യൻ്റെ ശരീരം ഒരു കാരണവശാലും ആരും നിലത്തിറക്കാൻ പാടില്ല. ആ ശരീരം ഒരു കാരണവശാലും കുഴിയെടുത്തടക്കാൻ പാടില്ല. ആ ശരീരം തീക്കുള്ളിൽ ദഹിപ്പിക്കാൻ പാടില്ല. ആ ശരീരം വെള്ളത്തിലൊഴുക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ ഈ ശവശരീരത്തെ ഒരു വിധത്തിലും ക്രൂശിൽ നിറക്കരുത്. നിങ്ങൾ എന്നോട് ചോദിക്കും, യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ ആ ശരീരം നിലത്തിറക്കിയില്ലേ? ഈ പറയപ്പെട്ട പല നിബന്ധനകളും യേശുവിൻ്റെ കാര്യത്തിൽ മാറിപ്പോയി. ഞാനത് പറഞ്ഞ് ഈ വിഷയം ഉപസംഹരിച്ചുകൊള്ളാം. ഉപസംഹാര വേളയിൽ നിങ്ങൾക്കതിൻ്റെ കാര്യം പിടികിട്ടും. ഈ ശരീരം നിലത്തിറക്കരുതെന്ന് പറയാൻ കാരണം, രാജ്യത്ത് റോമൻ മതത്തിൽ അവർക്കൊരു വിശ്വാസമുണ്ട്, ഭൂമി ഒരു ദേവനാണ്. ആ ദേവൻ്റെ പേര് അറ്റ്ലസ് എന്നാണ്. ഈ അറ്റ്ലസ് എന്ന ദേവനെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഒരു നിഷ്ഠൂരൻ്റെ, ഒരു അധർമ്മിയുടെ ഇങ്ങനെ ക്രൂശിൽ മരിച്ചവൻ്റെ ശവശരീരം അറ്റ്ലസ് എന്ന ദേവൻ്റെ മാറ് പിളർന്ന് ഒരു കുഴിയെടുത്ത് അവിടെ അടക്കാൻ പാടില്ല. ഈ അഗ്നി റോമക്കാർക്കൊരു ദേവനാണ്. തീക്കുള്ളിൽ ഈ ദേവനെ വെച്ച്, ഈ മനുഷ്യനെ വെച്ച് കത്തിക്കാൻ പാടില്ല. അത് ആ ദേവതയെ അപമാനിക്കുന്നതിന് തുല്യമാകും. ജലം ഒരു ദേവതയാണ്. ഈ ജലത്തിലേക്ക് ഈ ഹതഭാഗ്യൻ്റെ, ഈ കൊടും ക്രിമിനലിൻ്റെ, ഈ അധർമ്മിയുടെ ശരീരം ഒഴുക്കാൻ പാടില്ല. അതും പാപമാണ്, തെറ്റാണ്. മതവികാരം വ്രണപ്പെടും. പകരം എന്ത് ചെയ്യണം? ഈ ശരീരം ക്രൂശിൽ തന്നെ കിടക്കണം. പകലിലെ ചൂടും രാത്രിയിലെ തണുപ്പും അനുഭവിച്ച് അതിങ്ങനെ കിടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ശരീരത്തിൽ ഈ ശിരാനരമ്പുകളൊക്കെ സ്തംഭിച്ചു, രക്തമോട്ടത്തിൻ്റെ സാധ്യതകളൊക്കെ ഏതാണ്ട് അസ്തമിച്ചു. പക്ഷേ ആൾ മരിക്കില്ല. ശരീരം ഒരു കോമാ സ്റ്റേജിലേക്ക് പോകും. കോമാ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അവസ്ഥാവിശേഷം നിങ്ങൾക്കറിയണ്ടേ? വെളുത്ത് ചുടുത്ത് ചുവന്നു സുമുഖനായ സുന്ദരനായൊരു മനുഷ്യനും കറുത്ത് കരിവാളിച്ച് ഒരു ഭീകര രൂപിയാകും. കാരണം ശരീരത്തിൻ്റെ എല്ലായിടങ്ങളിലേക്കും ഓക്സിജൻ എത്തിക്കേണ്ട ആ രക്തത്തിൻ്റെ ധർമ്മം ഈ ഞരമ്പുകൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ശരീരത്തിലേക്ക് ഓടിയെത്താൻ വയ്യ. ശരീരത്തിൽ രക്തവും നഷ്ടപ്പെട്ടു. വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. ഈ മനുഷ്യൻ ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ കോമാ സ്റ്റേജിൽ കിടക്കും. സ്ട്രാബോ എന്ന റോമൻ ചരിത്രകാരൻ എഴുതുന്നു, ഞാൻ കണ്ടിട്ടുള്ളതിൽ, ഞാൻ അറിഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ദാരുണവും കിരാതവും ഭീകരവുമായ മരണം ക്രൂശ് മരണമാണ്. ആ ക്രൂശ് മരണത്തിൻ്റെ വേദന അദ്ദേഹം പറയുന്നുണ്ട്. വലിയ താമ്ര കവാടത്തിനുള്ളിൽ ഒരു മനുഷ്യൻ്റെ അണിവിരൽ പോയി, തുറക്കാനാവാത്ത കതകിൻ്റെ വിടവിലേക്ക് ഒരു മനുഷ്യൻ്റെ അണിവിരൽ പോയി. അത് മുറിയുന്നുമില്ല, കൈ എടുക്കാനും പറ്റാത്ത അവസ്ഥയിൽ ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ആ വേദന രോമകൂപങ്ങളിലൂടെ ഓരോ നിമിഷം അനുഭവിച്ച് ഈ ഹതഭാഗ്യൻ ക്രൂശിൽ ഇങ്ങനെ കിടക്കണം. ആ മനുഷ്യൻ്റെ ശരീരം കൊത്തിപ്പറിക്കാൻ കഴുകന്മാരടുത്ത് വരും, കാക്കകൾ അടുത്ത് വരും, പ്രാണികൾ അതിനു ചുറ്റും വട്ടമിട്ട് പറക്കും, കണ്ണുകൾ കൊത്തിപ്പറിക്കും, കുടൽമാലകൾ കൊത്തിത്തുറിച്ച് താഴേക്കിടും. അത് ഭക്ഷിക്കാൻ അത് തൊട്ട് താഴെ ഈ ധാരാളം മൂങ്ങകൾ അടുത്ത് വരും, കുറുക്കന്മാരടുത്ത് വരും, നായ്ക്കൾ അടുത്ത് വരും. ആകപ്പാടെ ഭീകരത സൃഷ്ടിക്കുന്ന അന്തരീക്ഷത്തിൽ പെരുവഴിയുടെ ഓരത്ത് വേണം ഈ ക്രൂശീകരിക്കപ്പെടാൻ നിയോഗിക്കപ്പെട്ടവനെ കൊണ്ടുചെല്ലേണ്ടത്. പെരുവഴിയുടെ ഓരത്ത് ആരും കാണാൻ പാകത്തിന് ഈ കുറ്റസംഗതി ക്രൂശിൽ എഴുതി വെക്കണം. മൃഗീയമായ ഈ ശിക്ഷണ നടപടി ഉലകം നടപ്പിലാക്കുമ്പോൾ കടന്നു പോകുന്നവരൊക്കെ അവൻ്റെ ക്രൂശിനെ കണ്ട് പരിഹസിച്ചു. അതെങ്ങനെയാണ് പരിഹസിക്കുന്നത്? ദാ കിടക്കുന്നു ഒരധർമ്മി, ദാ കിടക്കുന്നു ഒരു സ്ത്രീ പീഡകൻ, ദാ കിടക്കുന്നു യജമാനനെ കൊന്നവനെന്നൊക്കെ പറഞ്ഞ് അവിടെ ക്രൂശിച്ച മനുഷ്യരെ നോക്കി വഴിയാത്രക്കാരൻ ശപിച്ചിട്ട് ജയ ജയ മഹാരാജാവേ, നീ ജയിക്കട്ടെ, റോമാ കൈസർ, നീ ഞങ്ങൾക്ക് വേണ്ടി നീതി പുലർത്തി തന്നു. ഇത്തരം അധർമ്മികളെ നീ ക്രൂശിൽ തൂക്കുമ്പോൾ ഞങ്ങൾക്ക് സമാധാനം കൈവന്നു. ഇനിയും ഇത്തരം അധർമ്മികൾ ഇതുപോലെ മരിക്കാനുണ്ട്. അധർമ്മികളുടെ കൊല കൊണ്ടാണ് ഈ രാജ്യത്തിന് സമാധാനം. ഈ പ്രക്രിയയുടെ പേരാണ് പാക്സ് റൊമാന. മനസ്സിലായോ? റോമിൽ സമാധാനം കൊണ്ടുവരുന്ന രീതി, അധർമ്മികളെ പരസ്യമായി ക്രൂശിക്കും. അതുവഴി കടന്നു പോകുന്നവർക്ക് കാണാൻ പാകത്തിന് ആ ഭൗതിക ശരീരം ഈ ക്രൂശിൽ ഇങ്ങനെ കിടക്കും. 7 ദിവസം വരെ ക്രൂശിലിങ്ങനെ കിടന്നവരുടെ ചരിത്രമുണ്ട്. മരണം കിട്ടാതെ ശരീരം കൊത്തിപ്പറിക്കും, കാക്കകൾ കൊത്തിപ്പറിച്ച് കണ്ണുകളൊക്കെ തുറിച്ച് താഴെ വീഴും. അതുകൊണ്ട് പ്രഗത്ഭന്മാരായ മനുഷ്യർക്കൊക്കെ ഇത്തരം ശിക്ഷ കൊടുക്കുമ്പോൾ അത് കണ്ടിട്ട് ആളുകൾ പരിഹസിക്കും. നമുക്ക് ഒരു മനുഷ്യൻ്റെ മരണത്തെയും ആഘോഷിക്കാൻ അനുവാദമില്ല, ചെയ്യാനും പാടില്ല. മുസോളിനി മരിച്ചു വീണപ്പോൾ അയാൾ വെടിയേറ്റ് താഴെ വീണ ശരീരം കിടക്കുമ്പോൾ അയാൾ ചെയ്ത ക്രൂരത ഒക്കെ കണ്ടറിഞ്ഞൊരു സ്ത്രീ വന്ന് ആ മൃതശരീരത്തിൽ കാർക്കിച്ചു തുപ്പി. ക്രൂരത അത്ര വലുതാ. പക്ഷെ ഒരു തെറ്റും ചെയ്യാത്തവൻ കാൽവരുടെ കൊലമരത്തിൽ കിടക്കവേ കോടതി രേഖകളിലും കണ്ടു, ഇവനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല.
അവനെ കടന്നു പോകുന്നവരൊക്കെ പരിഹസിച്ചു. ആ പരിഹാസസ്വരം അന്തരീക്ഷത്തിലെങ്ങും നിൽക്കവേ ലോകം ചിന്തിച്ചു, ഇതൊടുക്കമായിരിക്കും. പക്ഷേ ഈ ഭൂമിയുടെ ആരും അത്ര കണ്ട് ചെല്ലാനിടയില്ലാത്ത മഹാനഗരത്തിൻ്റെ പുറത്ത് പാതയോരത്ത് യേശുവിനെ ക്രൂശിച്ചു. അതുവഴി കടന്നു പോകുന്നവരൊക്കെ കണ്ട് പരിഹസിച്ചെങ്കിൽ ഈ രംഗം കണ്ടിട്ടേ സ്വർഗീയ ജീവികൾ ഒന്നടങ്കം പറയുക, നീ അറുക്കപ്പെട്ടു. ഭൂമിയിൽ പരിഹാസ വിഷയമായ ഈ ക്രൂശിനെ കണ്ടിട്ട് സ്വർഗീയ ജീവികൾ പാടുക, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എന്തേ പറയാൻ കാരണം? ക്രൂശിൻ്റെ പൊരുളറിഞ്ഞവനെ അവനെ സ്തുതിക്കാൻ പറ്റുമോ? പിറവി കൊണ്ട യേശുവിനെ കാണാൻ ഒരു വലിയ ജനാവലി വന്നു, പാട്ടുപാടി ആഘോഷിച്ചു. അപ്പം കൊടുത്തപ്പോൾ ഭക്ഷിക്കാൻ 5000 പുരുഷന്മാർ, അതിലേറെ സ്ത്രീകൾ. കടലിൻ മീതെ നടക്കുന്ന യേശുവിനെ കണ്ടവർക്ക് ആവേശം. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഇടത്ത് ജനങ്ങൾക്കുള്ളിൽ വലിയ സന്തോഷം. ക്രൂശിക്കപ്പെട്ടിടത്ത ആളുകളില്ല. ഉള്ളവർ പരിഹസിച്ച് പിൻവാങ്ങുമ്പോൾ കൂടെ നടന്നവൻ അപ്പം ഭക്ഷിച്ചവൻ, ഒപ്പം നടന്നവൻ ഓരം ചാരി നിന്നവൻ, ജീവിതത്തിൻ്റെ സകല നന്മകളും അനുഭവിച്ചവൻ ക്രൂശിട്ടിട്ട് പോയപ്പോൾ ലോകം വിചാരിച്ചു ഈ ക്രൂശും അതിൻ്റെ ചുവട്ടിലെ ആളുകളും ഇവിടം കൊണ്ട് തീർന്നു. ഉള്ളടക്കരഹിതമായ ഒരന്ത്യം സംഭവിച്ച് ഇവിടെ ഇതാ ഒരു മനുഷ്യൻ്റെ മരണത്തോടെ സകലതും തീർന്നു. ഉലകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് കാലം തെളിയിച്ചു കൊടുത്തല്ല. ഈ ക്രൂശിൻ്റെ ചുവട്ടിലെ തിക്കും തിരക്കും ഇനിയും മാറിയിട്ടില്ല. 2000 ആണ്ടുകളായി ലോകത്തേറ്റവും അധികം തിരക്കുള്ളത് ക്രൂശിൻ്റെ ചുവട്ടില. യേശുവിനെ അനുഗമിക്കുന്നവർക്കിടയില ലോകത്തിലേറ്റവും മഹത്തരമായ ജൈത്രയാത്ര യേശുവിൻ്റെ അനുഗാമികളുടേതാണ്. ലോകമേ തെറ്റിപ്പോയി. നിങ്ങൾ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ അതിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ ഞങ്ങളിതാ ഓരോ ദിവസം കഴിയും തോറും 1000 10,000 ജനലക്ഷങ്ങളായി ജനകോടികളായി ഈ മഹാപ്രവാഹത്തിൽ നിന്ന് ആരെങ്കിലും അകലെ നിൽക്കുന്നെങ്കിൽ വരികയെന്ന ആത്മാവും മണവാട്ടിയും വിളിച്ചു പറയുന്നു, കേൾക്കുന്ന നിങ്ങളും വരട്ടെ യേശുവിൻ്റെ പാതാരബിന്ദങ്ങളിൽ. ഇവിടെ ഒരു പോയിന്റ് പറയട്ടെ. അപ്പം തിന്നവനൊക്കെ ഇട്ടിട്ട് പോയി. ഈ സമയത്തെ അവിടെ തത്വജ്ഞാനിയായ വിവേകമുള്ളൊരു യഹൂദനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അവൻ ജീവിച്ചിരിക്കെ പറഞ്ഞു മരിച്ചിട്ട് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേക്കുന്നു. എൻ്റെ ശിഷ്യന്മാർ വരും, ശരീരം അടിച്ചു മാറ്റും, എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് ഒന്ന് പ്രചരിപ്പിക്കും. ഈ ചതി ആദ്യത്തെ ചതിയിലും കനത്തതാകും. അതിൻ്റെ വേണ്ട ക്രമീകരണം ചെയ്യണം. നിങ്ങളെന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് ശിഷ്യനാണ് ഇങ്ങോട്ട് വരാൻ ധൈര്യം? പത്രോസോ അന്ത്രയോസോ? ഈ ശരീരം എടുക്കാൻ ഏത് ശിഷ്യൻ വരും? പേടിയാ. പലരും പല വഴിക്ക് പോയി. ഈ പഞ്ചായത്ത് വഴി വരികയല്ല. യോഹന്നാൻ പിന്നെ ഇവിടെ നിൽക്കുക. യോഹന്നാൻ എടുക്കാനൊന്നും നിൽക്കുകയല്ല, നിഷ്ക്രിയനായി നിസ്സംഗതയോടെ നിൽക്കുക. അവിടെ ഇട്ടിട്ട് പോകാൻ വയ്യാത്തൊരു സ്നേഹബന്ധമുള്ളുണ്ട്. അവിടെ അങ്ങ് നിൽക്കുക. ബാക്കി പലരും പല വഴിക്ക് പോയി. അപ്പോൾ ഈ ക്രൂശിലെഴുതി വെച്ചോ. എന്തെന്നാ എഴുതിയേ? നസ്രയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. ഈ കക്ഷികളെല്ലാം വന്നിട്ട് പിലാത്തോസിനെ കണ്ടു. പിലാത്തോസ് എന്ന് പറഞ്ഞ ആളിനെ പറ്റി ചരിത്രം പറയുന്ന ആളൊരു മദ്യപാനിയാണ്. കുടിച്ച് ലക്ക് കെട്ട് ഇപ്പോൾ ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ ആ പാപഭാരവും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. തലങ്ങും വിലങ്ങും നടക്കുക. അപ്പോൾ ജൂതന്മാരെല്ലാം വന്നിട്ട് പറഞ്ഞു, സാറൊന്ന് കാണണം. വരാൻ പറ. എന്താ പ്രശ്നം? അതേ, ആ എഴുതിയ ബോർഡുണ്ടല്ലോ, ആ ബോർഡിൽ നമുക്കൊരു തിരുത്ത് വരുത്തണം. ഞങ്ങൾ പെയിൻറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സാറ് വിഷമിക്കേണ്ട, ഒരു പെർമിഷൻ വേണം. പിള്ളേരവിടെ നിൽപ്പുണ്ട്, അവർ ഏണിയൊക്കെ വെച്ച് കയറി ഒരു ചെറിയ തിരുത്ത്, നിസ്സാര കാര്യമുള്ളൂ, ഇത്രയുള്ളൂ തിരുത്ത് എന്ന് ഇവൻ പറഞ്ഞു. എന്നിവൻ പറഞ്ഞു എന്ന് പറയണമെങ്കിൽ ലഗോ ഇത്രയും ചേർത്താൽ മതി. എന്നിവൻ പറഞ്ഞു. ലഗോ അല്ല, ലഗൈ എന്ന് ചേർക്കണം. ലഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്നാവും. ഹി സെയ്സ് ലഗൈ. അവനിങ്ങനെ പറഞ്ഞു. അത്രേ ഉള്ളൂ സംഭവം.
അപ്പോൾ ഇത്രയൊന്ന് കുറിക്കാനൊരു അനുമതി തരണേ. ഒറ്റ വാക്ക്. മലയാളത്തിലാണ് 2 വാക്ക്, ഗ്രീക്കിൽ ഒറ്റ വാക്ക് മതി. റെഡിയായിട്ട് നിൽക്കുകയാണ്. എഴുത്തറിയാവുന്ന പിള്ളേരെ കൊണ്ടുവന്നേക്കുകയാണ്. പിലാത്തോസ് അവരുടെ മുഖത്തോട്ട് നോക്കി പറഞ്ഞു, ലാ ലാ എന്ന് പറഞ്ഞാൽ നോട്ടെന്ന്, നടക്കുകയല്ല. അവൻ്റെ മുഖത്തേക്ക് പറഞ്ഞു, ഹോ ഗിഗരാ ഹോ ഗിഗരാ ഫൈ. എന്താ മനസ്സിലായി? ഐ ഹാവ് റിട്ടൺ വട്ട് ഐ ഹാവ് റിട്ടൺ. എഴുതിയത് തന്നെ. പോകൂ. നിന്നിട്ടിനും കാര്യമില്ല. കോടതി പറഞ്ഞാൽ പിന്നെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് റോമിലെ കോടതി. അപ്പോൾ ഇവരങ്ങോട്ട് പോകും. ഇവന്മാർ പിന്നെ പറയാണ്ട് പോകാൻ പറ്റിയ കാര്യം എന്താ? ഇയാൾ എന്തൊരു മനുഷ്യനാണ്, ഒരു വല്ലാത്ത മനുഷ്യൻ. ഇത് ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർ നമ്മൾ അവധി കൊടുക്കാതിരിക്കുമ്പോൾ പറയുന്ന പോലെ അല്ലേ? പൂരിപ്പിച്ചുവൻ 10, 15, 25 രൂപയ്ക്ക് ഈ അപേക്ഷയും കൊണ്ടുവന്നു. അപേക്ഷ മൊത്തം വെച്ചിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈജുരുട്ടി അങ്ങോട്ട് ഇടും. പോകുന്നവർ ഇതെന്തൊരു സാറാ പുള്ളി നടക്കുന്നു. ഞങ്ങളിതൊക്കെ ഒത്തിരി കണ്ടല്ലേ, നമ്മളിതുപോലത്തെ ഒരു അനുഭവിച്ചല്ലേ. മരിങ്ങനെ കയ്യും കുടഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ 2 പേര് പിന്നെയും വരുന്നു. ഇവർ പറയുക, ഇയാൾ വെള്ളം വന്നു, ഒരുമാതിരി വല്ലാത്തൊരു മനുഷ്യൻ. ഇയാളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു പോയില്ലേ, എന്താ ചെയ്യുന്നത്? നാണക്കേടാ, ഇത് നമ്മുടെ രാജാവാണെന്ന് ആളുകൾ പറഞ്ഞു കിടക്കുന്നു. എന്തൊരു മോശമാണ്. ഈ അടി കൊണ്ട് തിണർത്ത പാടുകളോടെ തലയിൽ മുൾക്കിരീടം വെച്ച് ഒരുത്തനിങ്ങനെ കിടക്കുക. എനിക്ക് നാണക്കേടാ. ശരി, എങ്ങനെ ഇത് മാറ്റും? പിന്നാലെ വരുന്നൊരു അതിലും വലിയൊരാവശ്യമാണ്. അരിമത്തിലെ യോസേഫും നിക്കോദിമോസും. മറ്റേ കാര്യം വേണേൽ പീലാത്തോസിന് ചെയ്തു കൊടുക്കാം. പക്ഷേ ജൂതന്മാരോടുള്ളൊരു വൈരാഗ്യം കൊണ്ട് പുള്ളി ചെയ്യാൻ ഞാൻ നിസാര കാര്യമുള്ളൂ. രണ്ടാമത്തെ കാര്യം ചെയ്യാൻ പറ്റില്ല. ഈ ശരീരം ക്രൂശിൽ നിറങ്ങണം, നിലത്ത് ഞങ്ങൾ കടക്കണം. ഇതാവശ്യമാണ്. നിയമവിരുദ്ധമായ റൂളില്ലാത്തൊരു കാര്യം ചോദിക്കാൻ 2 പേരും അങ്ങോട്ട് ചെല്ലുക. ഇത് കേട്ടുകൊണ്ട് മറ്റന്മാർ പുറകെ വരിക. അതൊന്ന് കാണണമല്ലോ, അന്നാന്ന് കണ്ടിട്ടുള്ളൂ. ഇവരങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, യജമാനനെ, ഞങ്ങൾക്ക് ആ മൃതശരീരം അവിടെ നിന്ന് ഇറക്കാൻ ഒരനുമതി തരണം. നിക്കോദിമോസും അരിമത്തിലെ യോസേഫും പറയുമ്പോൾ പീലാത്തോസ് പറഞ്ഞു, സമ്മതിച്ചിരിക്കുന്നു, എടുത്തോളാൻ. മറ്റന്മാർ ബഹളം കൂട്ടിയിട്ടൊരു രക്ഷയില്ല. കോടതി ഉത്തരവിട്ടു, അത്രേ ഉള്ളൂ. അവസാനം പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഈ ശരീരം ഇവിടുന്ന് അടിച്ചു മാറ്റിയിട്ട് അത് പിന്നെ പ്രശ്നമാകും. അതിനെനിക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം, പട്ടാളത്തെ വിട്ടുതരാൻ നിങ്ങൾ കൺട്രോൾ ചെയ്തോണം. നിങ്ങൾ അടച്ച് നല്ല ടൈറ്റാക്കി ആളിനെയും ഉയർത്ത് വന്നാൽ പോലും പിടിച്ചു കെട്ടാനുള്ള പണിയൊക്കെ നോക്കിക്കുമോ? ഒന്നത് വെള്ളമാണ് പുള്ളിക്ക്, വെള്ളമാണെന്ന് അത്ര ഉത്തരവായിട്ടേ. ഉയർത്തെഴുന്നേറ്റാൽ പിടിച്ചു കിട്ടുമോ? ഇഷ്ടം പോലെ ചെയ്തോണം. അവിടുന്ന് പോയില്ല, എത്ര കമ്പനി പട്ടാളത്തെയും തരാം, കൊണ്ടുപോകൂ. കലറൊക്കെ ചുറ്റുമാർ പോയി നിൽക്കുക. എൻ്റെ സന്തോഷം ഇവന്മാരിങ്ങനെ നിൽക്കണം. എന്നിട്ട് യേശു ഉയർത്തെങ്കിൽ അതിനൊരു വിലയുള്ളെന്ന്. നിൻ്റെ ഇടവഴി തന്നെ കയറിപ്പോകുന്ന ഞങ്ങളുടെ ഒരു പാരമ്പര്യം. നീ കെട്ടിയിട്ട, നീ പടുത്തുയർത്തിയ കോട്ടകളെ മുഴുവൻ നിഷ്പ്രഭമാക്കി, എല്ലാ തടസ്സങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഉയരത്തിലേക്ക് കരയേറി നിന്റെ കൺമുമ്പിൽ ജയമെടുത്ത പാരമ്പര്യമാ സുവിശേഷത്തിൻ്റെ പാരമ്പര്യം. അതാ സുവിശേഷത്തിൻ്റെ ചരിത്രം, അതാ സുവിശേഷത്തിൻ്റെ മഹത്വം. ഈ ശരീരം ക്രൂശിൽ നിറക്കി, ഈ ശരീരം വൃത്തിയാക്കി, 100 മകിലും കൊണ്ടുള്ളൊരു കൂട്ടിട്ട് കൂട്ടി ഇങ്ങനെ പൂശി വൃത്തിയാക്കി. അപ്പോഴേ പത്രോസേ, അന്ത്രയോസേ, യോഹന്നാനെ, നഥനയേൽ, നിങ്ങൾ ചെയ്യേണ്ടതല്ലായിരുന്നു ഇത്. 3.5 കൊല്ലം നിങ്ങൾ എന്താ പഠിച്ചവിടെ? ഗുരുവിൻ്റെ പക്കൽ നിന്ന് അപ്പം തിന്നുന്നതിനേക്കാൾ വലുതല്ലേ മരിച്ച ഗുരുവിൻ്റെ ഭൗതിക ശരീരം ഒന്ന് ഏറ്റുവാങ്ങാൻ കഴിഞ്ഞേ? അതുവരെ നിക്കോദിമോസും അരിമത്തിലെ യോസേഫും ഭയത്തിനടിമകളായിരുന്നു, രഹസ്യ ശിഷ്യന്മാരായിരുന്നു. ഞങ്ങൾ ഈ മാർഗത്തിലാണെന്നറിഞ്ഞാൽ അത് കുഴപ്പമാണ്, ഞങ്ങളുടെ വിലയും നിലയും പോകുമെന്നൊക്കെ അവർ ഓർത്തു. പക്ഷെ അവർ പറഞ്ഞു, ഇനി മൗനമായിരുന്നുകൂടാ. ഈ ഗുരുവിന് വേണ്ടി ചെയ്യാൻ പറ്റിയ അവസാനത്തെ കാര്യം ഇതാണെങ്കിൽ ഞാൻ ഇനി പരസ്യമായി എൻ്റെ യേശുവിന് വേണ്ടി നിൽക്കും. ദേശത്ത് നിവരെ ഞാൻ യേശുവിന് വേണ്ടി എല്ലാ വിലക്കുകളെയും അതിലംഘിച്ചു കൊണ്ട് നിൽക്കും.
ഈ രാത്രി സുവിശേഷം കേൾക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പായി പറയാം, ഇന്ന് എല്ലാ ക്രൈസ്തവ സഭകളും സുവിശേഷം പറയാൻ തയ്യാറാകുന്നുണ്ട്, കൃത്യമായി സുവിശേഷം പറയും. പക്ഷേ അവർ ധൈര്യമായി ഇറങ്ങാൻ തയ്യാറെടുക്കുന്നില്ല, യേശുവിനെ അനുധാവനം ചെയ്യാൻ തയ്യാറെടുക്കുന്നില്ല, സ്നാനമെഴുകാൻ തയ്യാറെടുക്കുന്നില്ല, നിമജ്ജന സ്നാനം കൈക്കൊള്ളുവാൻ പലയാവർത്തി പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രേരണ തന്നിട്ടും അത് വേണ്ട എന്ന് വാച്ച് മാറി നിൽക്കുമ്പോൾ നിനക്കിതാ ഒരു സുപ്രധാന ദിവസം തമ്പുരാൻ പകർന്നു തന്നിരിക്കുക. ഈ ക്രൂശിക്കപ്പെട്ടവനെ കൈനീട്ടി വാങ്ങാൻ ഒരവകാശം നിനക്ക് തന്നിരിക്കുക. ഇവർ രണ്ടാളും ചേർന്ന് ഈ ശരീരം കൊണ്ട് അരിമത്തയിലെ യോസേഫിൻ്റെ കല്ലറയിൽ വെച്ചു, മറ്റൊരിതിൽ അടച്ചിട്ട് പോയി. അപ്പോൾ എന്തിനാ ഇറക്കിയെന്നൊക്കെ മനസ്സിലായില്ലേ? അത് വെറുതെ അല്ല, ഒരു പ്രവചന നിവൃത്തിയാണ്. അവിടെ കിടന്ന് ക്രൂശിൽ കിടന്ന് നശിച്ച് ഈ ശരീരം കാക്കകൾ കുത്തിത്തന്നു, കഴുകൻ ഭക്ഷിച്ച് നിലത്ത് താഴെ വീഴുന്ന മാംസപേശികൾക്ക് വേണ്ടി, മാംസത്തുണ്ടുകൾക്ക് വേണ്ടി നായ്ക്കൾ കടികൂടി അതിനെ ഇല്ലായ്മ വരുത്താൻ സാധിക്കാത്തതിൻ്റെ കാരണം തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ പിതാവ് സമ്മതിക്കയില്ല. ഹല്ലേലൂയ! ഈ ഭൗതിക ശരീരം അങ്ങനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. ആ പ്രവചനം നിറവേറാൻ ദൈവം കണ്ട രണ്ട് പാവം മനുഷ്യരുടെ പേരാ അരിമത്യയിലെ യോസേഫും നിക്കോദിമോസും. ഈ രാത്രി പത്രോസാകുന്നതിനേക്കാൾ, കടൽ മീതെ നടക്കുന്നവനെ കണ്ട് ആവേശപ്പെടുന്നതിനേക്കാൾ, 5 അപ്പം വാങ്ങിയിട്ട് അത് ഭക്ഷിക്കുന്ന 5000 പേരിൽ ഒരുവനാകുന്നതിനേക്കാൾ എൻ്റെ സന്തോഷം അരിമനാഥ, നിന്റെ ത്രസിക്കുന്ന ശരീരം, നിന്റെ രക്തം വീഴ ഈ മണ്ണിലേക്ക് നിന്ന് അതിനെ ആ ക്രൂശിൽ നിന്ന് താഴെ ഇറക്കി ഈ കരം കൊണ്ട് അതിനെ തൊടണം. എനിക്ക് നിന്നെ ശുദ്ധിയാക്കണം, എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണം. ഈ ക്രൂശിക്കപ്പെട്ടവനെ കണ്ടിട്ട് പറയണം, നിന്നെ എനിക്ക് അനുഗമിക്കണം. പിറവി കൊണ്ട ക്രിസ്തുവിനേക്കാൾ, കടലിൽ മീതെ നടന്ന ക്രിസ്തുവിനേക്കാൾ എൻ്റെ ആവേശം ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവും ആ ക്രൂശ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് നമുക്ക് ആവർത്തിക്കാം, മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. ഹല്ലേലൂയ! ഞാൻ പര്യവസാനിപ്പിക്കാൻ ബാധ്യസ്ഥനാകുന്നു. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സംഭവ കഥ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് നിർത്താം, പ്രാർത്ഥിക്കാൻ പോവാം. പണ്ട് ഫ്രാൻസിലെ ഒരു നാട്ടുരാജ്യത്തിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു പാട്ടുകാരൻ, അയാൾ ഒരു ശ്രുതിപ്പെട്ടിയും കയ്യിലെന്തി തെരുവിൽ തുണി വിരിച്ചിട്ട് ആ പെട്ടി അതിങ്ങനെ മീട്ടിക്കൊണ്ട് പാട്ട് പാടുന്ന ഈ മനുഷ്യൻ ആളുകൾ ഇട്ടുകൊടുക്കുന്ന നാണയത്തുട്ടുകൾ ശേഖരിക്കും. അയാളുടെ ഉപജീവനത കണ്ണുകൾ കുഴിഞ്ഞ്, താടി നെറ്റി വളർത്തി, മുടി വളർന്ന് കിടക്കുന്ന ഒരു മനുഷ്യൻ. ഒരു ദിവസം രാജാവ് അതുവഴി വന്നു. ഈ പാട്ട് കേട്ടു. എന്തൊരു പാട്ടാണ്, എന്തൊരു മനോഹര ശബ്ദം. കുറേ കേട്ട് കഴിഞ്ഞ് രാജാവ് അദ്ദേഹത്തിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നേരെ നീട്ടിയ ഗിഫ്റ്റിൽ ഒരു ചെറിയ നാണയത്തൊട്ടെടുത്ത് ബാക്കി രാജാവിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുത്തു. ഇതാരാണെന്ന് അറിയുന്നില്ല. ഉടനെ അദ്ദേഹം ചോദിച്ചു, തനിക്ക് ഇത്രയും പണം തന്നിട്ടെന്താ വേണ്ടാത്തേ? അദ്ദേഹം പറയും, യജമാനനെ, അടിയൻ്റെ പാട്ടിന് അതിനുള്ള ക്വാളിറ്റി ഉള്ളൂ, അതുകൊണ്ട് ഇത് മതി. അടിയൻ വലിയ സമ്പന്നനായ ജീവിതത്തിൻ്റെ ഭൂതകാലമൊക്കെ മറക്കും, അതുകൊണ്ട് ഇത് മതി. അടിയൻ്റെ ദാരിദ്ര്യം അടിയന് സന്തോഷമാണ്. രാജാവിന് ഇവനെ വലിയ ഇഷ്ടമായി. രാജാവ് മന്ത്രിയോട് പറഞ്ഞു, ഇയാളെ കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. കൊട്ടാരത്തിൽ കൊണ്ടുവരാൻ ഈ വസ്ത്രം പോരാ, ഈ ഷെയ്പ്പൊക്കെ മാറണം. കുളിച്ചു സുമുഖനായി നല്ല വസ്ത്രം ധരിപ്പിച്ച് കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഒരു പാട്ട് പാടാൻ പറഞ്ഞു. പാട്ട് കേട്ടിട്ട് പറഞ്ഞു, ഇന്ന് മുതൽ നീയും എൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഇവിടെ താമസം, നിനക്ക് സൗകര്യങ്ങളൊക്കെ ചെയ്തു തരും, നീ ഞാൻ പറയുമ്പോൾ പാടിക്കണം. അവന് പാടാൻ തുടങ്ങി. അയാളുടെ രൂപം ഭാവമൊക്കെ മാറി, ആസ്ഥാന ഗായകനായി. അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഇനി എൻ്റെ പാട്ട് മുഴുവൻ എൻ്റെ രാജാവിനെക്കുറിച്ചാകും, എൻ്റെ രാജ്യത്തെക്കുറിച്ചാകും, മറ്റൊന്നും ഞാൻ പാടില്ല. അയാൾ പാട്ടുകൾ ചിട്ടപ്പെടുത്തി പാട്ടുപാടി. അങ്ങനെയൊക്കെ രാജ്യം പെട്ടെന്നൊരു യുദ്ധക്കെടുതിയിലേക്ക് പോയി. പുരുഷന്മാരൊക്കെ യുദ്ധത്തിന് പോകേണ്ടി വന്നു. ഈ മനുഷ്യൻ രാജാവിനെ കണ്ടു പറഞ്ഞു, തിരുമനസ്സേ, അടിയന് ആയുധം പിടിച്ച് ശീലമൊന്നുമില്ല,
ഓർമ്മ വെച്ച നാൾ മുതൽ ഈ വിരലുകൾ ഈ ഹാർമോണിയത്തിൻ്റെ കട്ടകളിലൂടെ സഞ്ചരിക്കുക. പക്ഷെ ഞാൻ ഒന്ന് ചെയ്യും, എൻ്റെ പാട്ടുകൾ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് വീര്യം പകരാൻ പാകത്തിന് അവിടെ നിന്ന് പാടും. എൻ്റെ ദേശത്തിൻ്റെ അഭിമാനമുണർത്തുന്ന പാട്ടുകൾ ഞാൻ അവിടെ നിന്ന് പാടി 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 എൻ്റെ സഹോദരങ്ങളെ പ്രോത്സാഹിപ്പിക്കും. അയാൾ വീണ്ടും തെരുവിലിറങ്ങി ഈ പാട്ട് കടിക്കൊണ്ടിരുന്നു. ഈ യുദ്ധത്തിൽ ഈ രാജ്യം തോറ്റുപോയി. നമ്മുടെ ഗായകൻ പിടിക്കപ്പെട്ടു. ഗായകനെ പിടിച്ചപ്പോൾ ശത്രുക്കൾ പറഞ്ഞു, നിൻ്റെ മുമ്പിൽ ഒരു ഉപാധിയുണ്ട്, കലാകാരന്മാരെ സ്നേഹിക്കുന്നൊരു രാജാവാണ് ഞങ്ങളുടേതും, നീ ഇനി മുതൽ ഞങ്ങളെ രാജാവിന് വേണ്ടി പാടണം. പറ്റുമോ? പറ്റില്ല യജമാനനെ. ഈ നാവിലൂടെ മറ്റൊന്നും വരില്ല യജമാനനെ. ഈ നാവ് ഞാൻ എൻ്റെ രാജാവിന് വേണ്ടി പാടാനുള്ളത്, ഈ മനസ്സും ഹൃദയമൊക്കെ രാജാവിനുള്ളതാ. കേട്ട് കേട്ട് ഇവരയാളുടെ കണ്ണ് കുത്തി പൊട്ടിച്ചു. അയാളെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. ഇവനെ അഹങ്കാരിയാ, നമ്മളെ ഓർത്തൊന്ന് പാടാൻ, നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പാടാൻ ഇവന് പ്രാണൻ വച്ചേക്കാം, അവൻ്റെ ജീവിതത്തിലൊന്നും ഓർത്തിട്ട് സമ്മതിക്കുന്നില്ല. തിരുമനസ്സേ, ഇവൻ്റെ തല വെട്ടട്ടെ. രാജാവ് ഒന്നും വേണ്ട, അവനെ കൊണ്ടിരുത്തി നടക്ക്, നീ ഒന്ന് പാടിക്കേ. അവൻ പറഞ്ഞു, യജമാനനെ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ പഴയ പാട്ടൊക്കെ മറന്നു. ഇപ്പോൾ എൻ്റെ ശീലം എൻ്റെ രാജ്യത്തിനും എൻ്റെ രാജാവിനും വേണ്ടി പാടുന്നതാണ്. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്ന് എൻ്റെ രാജാവിന് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഒന്ന് പാടാം. രാജാവ് പറഞ്ഞത് മതി, പാട്ടൊന്ന് കേൾക്കട്ടെ, പാടിയട്ടെ. അവൻ സ്തുതിപ്പെട്ടി കയ്യിലെടുത്തു, കോട്സൊക്കെ പിടിച്ചു, പാട്ടങ്ങോട്ട് പാടി. അവൻ എഴുതി ഏറ്റവും മനോഹരമായൊരു പാട്ട്. ആ പാട്ട് പാടി വരുമ്പോൾ അവനൊരു അബദ്ധം പിണഞ്ഞത് ഓർമ്മ വന്നു. കാരണം ഈ പാട്ടിലൊരു പ്രശ്നമുണ്ടേ. അതിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ നമ്മൾ ഈ ദേശീയഗാനമൊക്കെ പാടുമ്പോൾ ജയ ഹേ ജയ 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 ഹേ എന്ന് പാടുമല്ലോ എന്ന് പറഞ്ഞൊരു ഭാഗം വരും. ഇവരെ ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ ആ ക്ലൈമാക്സ് ഉച്ചസ്ഥായിയിൽ പാടേണ്ട രംഗമുണ്ട്. അതിലേക്ക് വരുമ്പോൾ ഒരു 3 അക്ഷരക്കാലം കൃത്യമൊരു മെഷർമെൻറ്റ് അവന് കൈത്താളം ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ എങ്കിലേ അടുത്തിലേക്ക് ചാടി കയറാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ശത്രുവിൻ്റെ രാജ്യത്ത് ആരായി കൈത്താളം മീട്ടാൻ. മാത്രമല്ല കൂടെ കോറസ് ചേർന്ന് പാടണം. തൻ്റെ നാട്ടിലാണ് ഇതൊക്കെ ഉണ്ട്, ഇവിടെ ആരുമില്ല. അവൻ ഓർത്തു, എൻ്റെ രാജ്യത്തിന് ജയ് വിളിക്കുന്ന, എൻ്റെ രാജാവിനെ പുകഴ്ത്തുന്ന അവസാന രംഗം ഞാൻ പാടാൻ കഴിയാതെ നെഞ്ചു പൊട്ടിച്ചാകുമല്ലോ. ഗദ്ഗതകണ്ഠനായി ആ ക്ലൈമാക്സിലേക്ക് അവൻ എത്തുമ്പോൾ അവനെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു 3 കയ്യടി കൃത്യം താളവട്ടമൊപ്പിച്ച് ആ മെഷർമെൻറ്റ് കറക്റ്റാക്കി ഒരു 3 കയ്യടി. ആ കയ്യടി തിരികെയും ആവേശഭരിതനായി ഇതുവരെ പാടാത്ത മനോഹാരിതയിൽ അവൻ ആ ക്ലൈമാക്സിൽ കയറി പാടി തീരാൻ തുടങ്ങുകയും എവിടെ നിന്നോ എന്നവണ്ണം ഒറ്റപ്പെട്ടൊരു ശബ്ദം ഒരു കോറസായി തൻ്റെ പാട്ടിലേക്ക് അലിഞ്ഞു ചേരുന്നു. ഒരു ശബ്ദം. അവൻ പാട്ട് പാടി സദസ്സിനെ നമിച്ചു. നിശബ്ദമായ സദസ്സിൽ അവൻ ചോദിച്ചു, കൂട്ടുകാരാ, താങ്കളാരാ? ശത്രുവിൻ്റെ കോട്ടയ്ക്കകത്തിരുന്ന് ഞാൻ എൻ്റെ ചക്രവർത്തിയെ പ്രകീർത്തിച്ച് പാടുമ്പോൾ കൈയടിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, ഒപ്പം പാടാൻ എനിക്കൊപ്പം നിൽക്കുന്ന താങ്കളാരാ? ഒന്ന് പറയണേ സുഹൃത്തേ. അപ്പുറത്തുനിന്നൊരു മറുപടി, പ്രിയപ്പെട്ട ഗായക, അത് വേറെ ആരുമല്ല, നിൻ്റെ രാജാവ് തന്നെയാണ്. എൻ്റെയും കണ്ണു കുത്തി പൊട്ടിച്ച് നിൻ്റെ തൊട്ടരികിലിരുത്തിയിട്ടുണ്ട്. ശത്രുരാജ്യത്തെത്തിയിട്ടും രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും നീ എന്നെക്കുറിച്ച് പാടിയപ്പോൾ ഞാൻ ചങ്ങലകൾ മറന്നു, എൻ്റെ അന്ധത മറന്നു. ഒരു നിമിഷം നിൻ്റെ സ്നേഹവായ്പ് കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ അഭിമാനം ഒരിക്കൽ കൂടി അലതല്ലി. ഗായക, ആ തെരുവിൽ വീണായുധമെന്തി മരിച്ച നിരവധി പേരെക്കാൾ നിന്റെ ശബ്ദം എൻ്റെ ഉള്ളത്തെ ആനന്ദതുന്തിലമാക്കുന്നു. അത്തരം ചില ശബ്ദങ്ങൾ ഇന്ന് രാത്രിയോട് ഉയർന്നു കേൾക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ഇവിടെ വീണ് മരിക്കേണ്ടി വന്നാലും നമുക്ക് പറയാം, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ. യേശുവിന് വേണ്ടി പാടാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ, യേശുവിന് വേണ്ടി പ്രസംഗിക്കാൻ ഈ ആയുസ്സിൽ മുഴുവൻ എനിക്ക് യേശുവിന് വേണ്ടി പാടണം, നിനക്ക് വേണ്ടി പാടണം. സ്നേഹിത,
എനിക്കൊപ്പം വരുന്നൊരു നല്ല രാജാവ്. എൻ്റെ വേദനകളിൽ, എൻ്റെ നിരാശകളിൽ, എൻ്റെ ഏകാന്തതകളിൽ ഒപ്പം നിൽക്കുന്ന ഈ രാജാവ്, ആ രാജാവിനെ ഏത് കോട്ടയ്ക്കകത്തും ഉയർത്തി ഞങ്ങൾ പാടും, അവനെക്കുറിച്ച് പ്രസംഗിക്കും. അല്ല അല്ല അല്ല, നിത്യതയുടെ വഴിത്താരയിൽ മനോഹര സ്വർഗത്തിലും ഒരിക്കൽ ഞങ്ങൾ എത്തുമ്പോൾ പറയും, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി.